ഹലോ ഡെവലപ്പേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോഡീസ് വിത്ത് അനു. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോഡ് ജെഎസിന്റെ ഫ്രെയിംവർക്ക് എക്സ്പ്രസ് ജെഎസ് ഇൻ ഡീറ്റെയിൽ ആണ് നോക്കാൻ പോകുന്നത്. ഫ്രം സ്ക്രാച്ച് തൊട്ട് അതിന്റെ അഡ്വാൻസ്ഡ് കോൺസെപ്റ്റ് എല്ലാം കവർ ചെയ്യുന്നുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ജാവ സ്ക്രിപ്റ്റ്, നോഡ് ജെഎസ് ഈ രണ്ട് കാര്യങ്ങളും നന്നായിട്ട് അറിയാമെങ്കിൽ മാത്രമേ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യേണ്ടേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും HTML, ജാവ സ്ക്രിപ്റ്റ്, നോഡ് ജെഎസ് ഇത്രയും കവർ ചെയ്തിട്ടുണ്ടാവണം. കാരണം നോഡ് ജെഎസിന്റെ ഒരു ഫ്രെയിംവർക്ക് മാത്രമാണ് എക്സ്പ്രസ് ജെഎസ്. നോഡ് ജെഎസ് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എക്സ്പ്രസ് ജെഎസ് മനസ്സിലാവുള്ളൂ. ഇനി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പഠിക്കാൻ വേറെ എവിടെയും പോകണ്ട. നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഓൾറെഡി HTML-ലും ജാവാസ്ക്രിപ്റ്റിനും അതേപോലെ നോഡ് ജെഎസിനൊക്കെ സെപ്പറേറ്റ് ട്യൂട്ടോറിയൽസ് ക്രിയേറ്റ് ചെയ്ത് പ്ലേലിസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ എക്സ്പ്രസ് ജെഎസ് എന്ന് പറയുന്നത് നോഡ് ജെഎസിന്റെ ഒരു ഫ്രെയിംവർക്ക് ആണ്. നമ്മൾ ഇവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ കാണാം, ഇറ്റ്സ് എ ഫാസ്റ്റ് അൺഒപ്പീനിയേറ്റഡ് മിനിമലിസ്റ്റ് ഫ്രെയിംവർക്ക് ഫോർ നോഡ് ജെഎസ്. നോഡ് ജെഎസിന് എക്സ്പ്രസ് ജെഎസ് മാത്രമല്ല വേറെ ഫ്രെയിംവർക്ക്സ് ഉണ്ട്. എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ഈ എക്സ്പ്രസ് ജെഎസ് ആണ്. കാരണം ഇതിന്റെ ഫ്ലെക്സിബിലിറ്റി, ലൈറ്റ് വെയിറ്റ് നേച്ചർ ഒക്കെ കൊണ്ട്. ഫസ്റ്റ് നമുക്ക് നോഡ് ജെഎസ് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. അതിൽ ഗെറ്റ് സ്റ്റാർട്ടറിൽ ഇൻസ്റ്റാളിംഗിൽ പോയാൽ മതി. ഇത് ഈസി ആട്ടോ. npm നോഡ് ജെഎസ് ഒക്കെ ഓൾറെഡി നിങ്ങളുടെ സിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ ഒരു സിംഗിൾ ലൈൻ കമാൻഡ് കൊണ്ട് തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ആ ഫോൾഡറിൽ എൻ്റർ ചെയ്യണം. ഞാൻ ഓൾറെഡി എക്സ്പ്രസ് ജെഎസ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്റെ VS കോഡിൽ ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ package.json ഫയൽ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾ എന്താണ് package.json ഫയൽ എന്നുള്ളത് നമ്മുടെ നോഡ് ജെഎസിന്റെ ട്യൂട്ടോറിയലിലുണ്ട്. npmന്റെ കംപ്ലീറ്റ് വീഡിയോ അറിയില്ലാത്തവർ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. സോ ഞാൻ package.json ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന്റെ കമാൻഡ് npm init. ഒന്നെങ്കിൽ നമുക്ക് ഈ package.json ഫയലിന്റെ കണ്ടന്റ് മാനുവലി സ്പെസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ഡീഫാൾട്ട് മതിയെങ്കിൽ -y കൊടുത്തിട്ട് എൻ്റർ ചെയ്താൽ മതി. അപ്പൊ package.json ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നെയിം എക്സ്പ്രസ് ജെഎസ് വേർഷൻ 1.0 നമ്മുടെ ഫോൾഡറിന്റെ നെയിം എക്സ്പ്രസ് ജെഎസ് ആണല്ലോ. പിന്നെ എൻട്രി പോയിന്റ് index.js ഫയലൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ നോഡ് ജെഎസിന്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ടൈപ്പ് എന്നുള്ളത് മോഡ്യൂൾ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം എനിക്ക് ജെഎസിന്റെ ഫയൽ റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അഗെയിൻ ഞാൻ ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ട് ഡോക്യുമെന്റേഷനിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇത് package.json ഫയലിന്റെ നമ്മൾ ഈ പറഞ്ഞ എൻട്രി പോയിന്റ് എക്സ്പ്ലനേഷൻ ഒക്കെ ആട്ടോ. ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കമാൻഡ് npm install express എന്നാണ്. ഇത് കൊടുക്കുക, എൻ്റർ അടിക്കുന്നു. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഡിപ്പെൻഡൻസി ആരെ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാം എക്സ്പ്രസ് വേർഷൻ 4.19.2 ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്ത് ഓൾറെഡി ഒരു index.mjs ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫയൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നേറ്റീവ് നോഡ് ജെഎസിൽ സെർവർ ക്രിയേറ്റ് ചെയ്യുന്ന ഫയലാണ്. നമ്മുടെ നോഡ് ജെഎസിന്റെ വീഡിയോയിൽ നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത ഫയലല്ലേ, അതാണ്. അപ്പൊ നമ്മൾ നോഡ് ജെഎസിൽ എങ്ങനെയായിരുന്നു ഒരു സെർവർ ക്രിയേറ്റ് ചെയ്യുന്നത്? HTTP മോഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യുക, അതിന്റെ ക്രിയേറ്റ് സെർവർ മെത്തേഡ് യൂസ് ചെയ്യുക, അതിനൊരു കോൾ ബാക്ക് ഫംഗ്ഷൻ ആണ് അതിന്റെ ആർഗ്യുമെന്റ്. എന്നിട്ട് അതിന് രണ്ട് ആർഗ്യുമെന്റ്സ് ഉണ്ട് അല്ലെ, റിക്വസ്റ്റും റെസ്പോൺസും. രണ്ടും ഒബ്ജക്റ്റ് ആണ്. ഇൻകമിംഗ് റിക്വസ്റ്റ് ഡീറ്റെയിൽസ് ആയിരിക്കും റിക്വസ്റ്റിൽ ഉണ്ടാവുന്നത്. റെസ്പോൺസിലാണ് നമ്മൾ റെസ്പോൺസ് റിട്ടേൺ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഒരു പോർട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ലിസൺ മെത്തേഡിൽ 4000 ആണ്. ഓപ്ഷണൽ ആയിട്ടുള്ള കോൾ ബാക്ക് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് സെർവറിന് ലോഗ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നത് ഓൾറെഡി നോഡ് ജെഎസിൽ കവർ ചെയ്തത് കൊണ്ടാണ് കേട്ടോ. ഇനി നമ്മൾ റോട്ടിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു URL പാരാമീറ്റർ നോക്കിയിട്ട്. അതായത് URL എന്നുള്ളത് സ്ലാഷ് ആണെങ്കിൽ ഹോം, അതേപോലെ /about എന്നാണെങ്കിൽ എബൌട്ടിന്റെ റെസ്പോൺസ് കൊടുക്കും. ഹോം ആണെങ്കിൽ ഹോമിന്റെ റെസ്പോൺസ്. ഒരു HTML റെസ്പോൺസ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ API ആണെങ്കിൽ JSON ആണ് റെസ്പോൺസ് ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. ഫൈനലി 404. ഇത് ഓൾറെഡി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയ എക്സാമ്പിൾ അല്ലേ. ഇനി അപ്പൊ ഞാൻ അന്ന് നോഡ് ജെഎസ് പറഞ്ഞപ്പോഴേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്രയും ലോ ലെവൽ ആയിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ ഒന്നും ഇപ്പൊ ആരും പ്രൊജക്റ്റിൽ ചെയ്യില്ല. ഇതെല്ലാം വെബ് ഫ്രെയിംവർക്ക്സ് യൂസ് ചെയ്തിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന്. അപ്പൊ നമുക്കിത് ഈസി ആയിട്ട് എക്സ്പ്രസ് ജെഎസിൽ ചെയ്യാൻ പറ്റും. ഇനി ഇതേ കാര്യം തന്നെ ബേസിക് റൗട്ടിംഗ് എങ്ങനെയാണ് എക്സ്പ്രസ് ജെഎസിൽ ചെയ്യാവുന്നതെന്നാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. ജെഎസ് ഫയൽ ക്രിയേറ്റ് ചെയ്യാണ് ഫസ്റ്റ്. അപ്പൊ നമ്മൾ എക്സ്പ്രസ് ജെഎസ് ഇൻസ്റ്റാൾ ചെയ്തല്ലോ. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എക്സ്പ്രസ് മെത്തേഡിനെ ഇമ്പോർട്ട് ചെയ്യണം.
അതിന് വേണ്ടിയിട്ട് നമ്മൾ EX6ന്റെ ഇമ്പോർട്ട് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇമ്പോർട്ട് മെത്തേഡ് ഇമ്പോർട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ package.jsonൽ ടൈപ്പ് മോഡ്യൂൾ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തത് കേട്ടോ. എക്സ്പ്രസ് ഫ്രം എക്സ്പ്രസ്. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ എക്സ്പ്രസ് എന്ന് പറയുന്നത് ഒരു മെത്തേഡ് ആണ്. നിങ്ങൾ റിയാക്ട് ജെഎസ് അറിയാവുന്നവരാണെങ്കിൽ റിയാക്റ്റിന് ഇമ്പോർട്ട് ചെയ്തില്ലേ, അതുപോലെ തന്നെ എന്നിട്ട് നമ്മൾ ഹുക്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഹുക്സ് ഒരു ഫംഗ്ഷൻ അല്ലേ, അതിനെ കോൾ ചെയ്യുന്ന പോലെ തന്നെ. സോ ഞാൻ ഈ എക്സ്പ്രസ് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. അതായത് എക്സ്പ്രസിന് ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുവാണ്. ആ ഒരു ഇൻസ്റ്റൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റൗട്ടിങ് ചെയ്യുന്നത്. സോ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ആപ്പ് എന്നാണ് കൊടുക്കുന്നത്, ഈക്വൽ ടു എക്സ്പ്രസ്. ഇവിടെ നമ്മൾ ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റൻസ് എക്സ്പ്രസിന്റെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് യൂസ് ചെയ്തിട്ടാണ് റൗട്ടിങ് ചെയ്യാൻ പോകുന്നത്. ഇനി ആപ്പ് ഡോട്ട് എന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഒരുപാട് ഫങ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത് STTP മെത്തേഡ്സ് ആണ്. STTP മെത്തേഡ്സ് നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കൂലേ, ഏതൊക്കെ മെത്തേഡ്സ് ആണ്? ഗെറ്റ് മെത്തേഡ്, പോസ്റ്റ് മെത്തേഡ്, പുട്ട് മെത്തേഡ്, പാച്ച് മെത്തേഡ്, ഡിലീറ്റ്, ഇതൊക്കെ അല്ലേ. ഗെറ്റ് മെത്തേഡ് എന്തിനാ യൂസ് ചെയ്യുന്നത്? നമുക്ക് ബാക്ക് എൻഡിൽ നിന്ന് ഡാറ്റ റീട്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ ഒരു ജെനുവൻ ആയിട്ടുള്ള, അതായത് ഒരു റിയൽ ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ക്ലയന്റ് സൈഡിൽ നിന്ന് ഒരു റിക്വസ്റ്റ് പോയി ഗെറ്റ് മെത്തേഡ് ത്രൂ നമ്മൾ നമ്മുടെ ഡാറ്റാബേസിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസ് ചെയ്തിട്ട് ആക്സസ് ചെയ്യാറില്ലേ, PHP പൈത്തോൺ ഒക്കെ യൂസ് ചെയ്ത്. അതേപോലെ തന്നെയാണ് Node.jsലും. ഇനി പോസ്റ്റ് മെത്തേഡ് ആണെങ്കിലോ, നമ്മൾ ക്ലയന്റ് സൈഡിൽ നിന്ന് ഒരു സെറ്റ് ഓഫ് ഡാറ്റ വരും, അത് നമ്മുടെ DBയിലേക്ക് സ്റ്റോർ ചെയ്യും, അപ്പൊ ഡാറ്റ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി പാച്ച് മെത്തേഡ് ആണെങ്കിലോ, ഈ നമ്മുടെ DBയിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡാറ്റാബേസിനെ പാർഷ്യലി അപ്ഡേറ്റ് ചെയ്യാൻ. ഇനി കംപ്ലീറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുട്ട് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇനി ഒരു സെർട്ടൈൻ ഡാറ്റ ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ടോ അല്ലെ ഹോൾ ഡാറ്റ ഒക്കെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിലീറ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ STTP മെത്തേഡ്സ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ. അതിൽ ഞാൻ ആദ്യം കോൾ ചെയ്യാൻ പോകുന്നത് ഗെറ്റ് മെത്തേഡിനെയാണ്. ബേസിക് റൗട്ടിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കേട്ടോ ഞാൻ ആദ്യം ഇവിടെ കാണിക്കുന്നത്. ഇനി നമ്മുടെ URL കൊടുക്കുക. ഞാൻ ഫോർവേഡ് സ്ലാഷ് ആണ് കൊടുക്കുന്നത്. ഫോർവേഡ് സ്ലാഷ് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നമ്മുടെ പ്രൊജക്ടിന്റെ റൂട്ട്, അതായത് ബേസിക്കലി നമ്മൾ പറയാം, ജനറലി നമ്മൾ പറയും ഹോം പേജ് ആണെന്നല്ലേ. നെക്സ്റ്റ് നമ്മളൊരു കോൾ ബാക്ക് ഫംഗ്ഷനെ കൊടുക്കണം. ഫോർ Node.jsലെ ക്രിയേറ്റ് സെർവറിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ സെയിം കോൾ ബാക്ക് ഫംഗ്ഷനെ. ഇതിന് അതേപോലെ തന്നെ 2 പാരാമീറ്റർ ആണുള്ളത്, റിക്വസ്റ്റും റെസ്പോൺസും. റിക്വസ്റ്റ് ഒബ്ജക്റ്റിന്റെ അകത്ത് ഇൻകമിംഗ് റിക്വസ്റ്റിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. റെസ്പോൺസ് നമ്മൾ യൂസ് ചെയ്യുന്നത് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ നമ്മൾ എങ്ങനെയായിരുന്നു റെസ്പോൺസ് സെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്? നമ്മൾ സ്റ്റാറ്റസ് കോഡ് സെറ്റ് ചെയ്യും, കണ്ടന്റ് ടൈപ്പ് സെറ്റ് ചെയ്യും, അതിന് എൻഡിന്റെ അകത്തായിരുന്നു സെറ്റ് ചെയ്തത് അല്ലെ. ഇവിടെ അത്രയും കോംപ്ലക്സിറ്റിന്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ റെസ്പോൺസ് ഡോട്ട് സെൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ട്. ഈ ഫംഗ്ഷന്റെ അകത്ത് നമുക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള കണ്ടന്റ് കൊടുത്താൽ മതി. ഞാനിപ്പോ ഇവിടെ ഒരു HTML കണ്ടന്റ് ആണ് കൊടുക്കുന്നത്. ഒരു H1 ടാഗ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് ഹോം പേജ് കൊടുക്കുന്നു. അപ്പൊ നമ്മളൊരു ബേസിക് റൂട്ടിംഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്കൊരു പോർട്ട് സെറ്റ് ചെയ്യണം അല്ലെ. ആ പോർട്ടിനെയാണ് നമ്മുടെ സെർവറിൽ ലിസൺ ചെയ്തിട്ട് ആ പോർട്ടിൽ നിന്ന് വരുന്ന റിക്വസ്റ്റിനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ അഗെയിൻ ഈ ആപ്പ് ഇൻസ്റ്റൻസിനെയാണ് യൂസ് ചെയ്യുന്നത്. ആപ്പ് ഡോട്ട് ലിസൺ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ്, അത് നമ്മൾ പ്രീവിയസ് നേറ്റീവ് Node.jsൽ കണ്ട സെയിം മെത്തേഡ് തന്നെയാണ്. ഇതിനകത്ത് പോർട്ട് നമ്പർ കൊടുക്കുക, 8000 എന്നാണ് ഞാൻ കൊടുക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ കോൾ ബാക്ക് ഫംഗ്ഷൻ, ഇത് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. അവിടെ ഞാനൊരു ലോഗ് സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് സ്റ്റാർട്ട് സെർവർ എന്ന് കൊടുക്കുന്നു. ഞാൻ ഈ സെർവർ ഒന്ന് റൺ ചെയ്യുവാണ്. സാധാരണ നമ്മൾ Node.jsന്റെ സെർവർ റൺ ചെയ്യുന്ന കമാൻഡ് എന്താ? നോട്ട് സ്പേസ് ഫയൽ നെയിം കൊടുക്കൂലേ. അതിന് പകരം നോട്ട്മോൺ യൂസ് ചെയ്തിട്ടാണ് ഞാൻ റൺ ചെയ്യുന്നത്. കാരണം നമ്മുടെ ഫയൽ ചേഞ്ച് വരുന്ന സമയത്ത് നമുക്ക് മാനുവലി എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊരു NPM പ്രൊവൈഡ് ചെയ്യുന്ന പാക്കേജ് ആണ്. Node.jsന്റെ NPM ട്യൂട്ടോറിയൽ ചെക്ക് ചെയ്താൽ മതി, അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് കമാൻഡ് ആയിട്ടും സെറ്റ് ചെയ്യാം. ഞാൻ അത് ചെയ്യുന്നില്ല. നോട്ട്മോൺ സ്പേസ് ഫയൽ നെയിം index.js കൊടുക്കുന്നു. നോട്ട്മോൺ സെർവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ബ്രൗസറിൽ പോയിട്ട് നമ്മുടെ URL കൊടുക്കുന്നു. ലോക്കൽ ഹോസ്റ്റ് /8000 അല്ലേ പോർട്ട് നമ്പർ കൊടുത്തിരുന്നേ. ഇതാ നമ്മുടെ റെസ്പോൺസ് സക്സസ്ഫുള്ളി നമ്മുടെ പേജിൽ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഈ കോൾ ബാക്ക് ഫംഗ്ഷൻസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്ക് ഡിഫറെന്റ് വേസിൽ ഈ കോൾ ബാക്ക് ഫംഗ്ഷൻസിനെ കൊടുക്കാം കേട്ടോ. സിംഗിൾ കോൾ ബാക്ക് ഫംഗ്ഷൻ കൊടുക്കാം, മൾട്ടിപ്പിൾ കോൾ ബാക്ക് ഫംഗ്ഷൻ സെയിം റോട്ടിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതും അല്ലെങ്കിൽ ഒരു അരയായിട്ട് കോൾ ബാക്ക് ഫംഗ്ഷന്റെ നെയിം സെറ്റ് ചെയ്ത് കോൾ ബാക്ക് ഫംഗ്ഷനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് കമ്പൈൻ ചെയ്തിട്ടും യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഈ സെയിം റൂട്ടിൽ തന്നെയാട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത്.
സിംഗിൾ കോൾ ബാക്ക് ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി നോക്കിയില്ലേ, ഇതൊരു സിംഗിൾ കോൾ ബാക്ക് ഫംഗ്ഷൻ അല്ലേ. ഇനി ഞാൻ ഒരു കോൾ ബാക്ക് ഫംഗ്ഷനും കൂടെ ക്രിയേറ്റ് ചെയ്യുവാണ്. മൾട്ടിപ്പിൾ കോൾ ബാക്ക് ഫംഗ്ഷൻസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഒരു കോൾ ബാക്ക് ഫംഗ്ഷനും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ട് എഗെയിൻ ഇതിനും റിക്വസ്റ്റ് റെസ്പോൺസ് പാരാമീറ്റേഴ്സ് ഉണ്ടാവും, അത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. എഗെയിൻ ഇതിന്റെ അകത്ത് ഒരു റെസ്പോൺസ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണ്. 2 കോൾ ബാക്ക് ഫംഗ്ഷൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഞാൻ ഈ രണ്ടാമത്തെ ഹെഡ് ടാഗ് ഹോം പേജ് 2 എന്ന് കൊടുക്കുന്നു. ഇനി ഇവിടെ വന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സിംഗിൾ കോൾ ബാക്ക് ഫംഗ്ഷൻ മാത്രമേ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളൂ. സെക്കൻഡ് കോൾ ബാക്ക് ഫംഗ്ഷനിലേക്ക് ആ കോള് പോയിട്ടില്ല. അപ്പൊ എന്തായിരിക്കും അതിന്റെ റീസൺ? ഇതിന്റെ റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആദ്യത്തെ കോൾ ബാക്ക് ഫംഗ്ഷനിൽ തന്നെ റെസ്പോൺസ് സെൻഡ് ആയി. ഇപ്പൊ ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഫംഗ്ഷന്റെ പ്രോസസ്സിംഗ് ബ്രേക്ക് ആയി. സോ നമുക്ക് 2 കോൾ ബാക്ക് ഫംഗ്ഷനും എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ മൂന്നാമതൊരു പാരാമീറ്റർ ഉണ്ട്, നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് കോൾ ബാക്ക് ഫംഗ്ഷനിലേക്ക് അതിന്റെ ഹാൻഡ് ഓവർ ചെയ്യും എക്സിക്യൂഷനെ. പക്ഷെ അപ്പൊ ഇവിടെ റെസ്പോൺസ് വരാൻ പാടില്ല കേട്ടോ. അതിന് പകരം ഞാനൊരു കൺസോൾ സ്റ്റേറ്റ്മെന്റ് ഇവിടെ കൊടുക്കുവാണ്. ഇതുപോലെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കോൾ ബാക്ക് ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ ഫൈനൽ കോൾ ബാക്ക് ഫംഗ്ഷൻ ആയിരിക്കണം റെസ്പോണ്ട് ചെയ്യുന്നത്. ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് ഓരോ ഫംഗ്ഷൻ ആയിട്ട് ഇപ്പൊ നിങ്ങളുടെ എൻറ്റയർ ലോജിക്കിനെ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ഫംഗ്ഷനിലും ഓരോ റിക്വയർമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പൊ കോഡിന്റെ റീഡബിലിറ്റി കൂടുമല്ലോ. ഫൈനൽ കോൾ ബാക്ക് ഫംഗ്ഷനിൽ റെസ്പോൺസ് സെറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ ഹോം പേജ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് കോൾ ബാക്ക് ഫംഗ്ഷനിൽ ഒരു കൺസോൾ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു. എന്നിട്ട് നെക്സ്റ്റിനെ കോൾ ചെയ്യുക. ഈ നെക്സ്റ്റ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ മിഡിൽ വെയർ എടുക്കണം. അത് ഞാൻ അടുത്ത സെക്ഷനിൽ പറഞ്ഞു തരാം. ഇപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ പ്രോസസ്സിംഗ് നെക്സ്റ്റിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. അത്രയും ഓർത്തിരിക്കുക കേട്ടോ, അത്രയും മനസ്സിലാക്കുക. ബ്രൗസറിൽ ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ സെക്കൻഡ് കോൾ ബാക്ക് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഹോം 2 പേജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ റെസ്പോണ്ട് ചെയ്തത് വന്നിട്ടുണ്ട്. അതുപോലെ കൺസോളിൽ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കോൾ ബാക്ക് ഫംഗ്ഷന്റെ കൺസോൾ ലോഗ് സ്റ്റേറ്റ്മെന്റ് വർക്ക് ആയിട്ടുണ്ട്. നെക്സ്റ്റ് എന്താന്നുള്ളത് മിഡിൽ വെയർ എത്തുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഈ കോൾ ബാക്ക് ഫംഗ്ഷൻസ് അറേ ആയിട്ട് സെറ്റ് ചെയ്യാമെന്നല്ലേ. സോ ഞാൻ ഒരു 3 കോൾ ബാക്ക് ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുവാണ്. ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇവിടെ 3 കോൾ ബാക്ക് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. CB1, CB2, CB3 എന്ന് പറഞ്ഞ് ഫസ്റ്റ് 2 നമ്മൾ കൺസോൾ ചെയ്തിരിക്കുകയാണ്. മൂന്നാമത്തതാണ് ഒരു HTML സ്ട്രിങ്ങിനെ റെസ്പോണ്ട് ചെയ്യുന്നത്. ഇനി നമ്മുടെ ആപ്പ് ഡോട്ട് ഗെറ്റ് മെത്തേഡിൽ വന്നിട്ട് ഒരു അറേ ലിറ്ററിന്റെ ഉള്ളിൽ ഓരോ കോൾ ബാക്ക് ഫംഗ്ഷൻ ആയിട്ട് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നു. CB1, CB2, CB3. ഇനി നമുക്ക് എഗെയിൻ ബ്രൗസറിൽ വന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ മൂന്നാമത്തെ കോൾ ബാക്ക് ഫംഗ്ഷന്റെ ഹോം പേജ് വന്നിട്ടുണ്ട്. ഇനി കൺസോളിൽ വന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഹോം 1ഉം ഹോം 1 പേജും ഹോം 2 പേജും നമ്മൾ ഫസ്റ്റ് 2 കോൾ ബാക്ക് ഫംഗ്ഷനിൽ സെറ്റ് ചെയ്ത് കൊടുത്ത ലോഗ് സ്റ്റേറ്റ്മെന്റും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരയും കോൾ ബാക്ക് ഫംഗ്ഷനും കൂടെ കമ്പൈൻ ചെയ്തിട്ടും യൂസ് ചെയ്യാം കേട്ടോ. കോമ ഇട്ടിട്ട് ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ വേണേൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഈ CB3യിലുള്ള റെസ്പോൺസ് ഞാൻ ആ കോൾ ബാക്ക് ഫംഗ്ഷനിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിന്റെ അകത്ത് ഹോം 3 എന്ന് പറഞ്ഞിട്ട് ഒരു ലോഗ് സ്റ്റേറ്റ്മെന്റും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ റിക്വസ്റ്റും റെസ്പോൺസും കൊടുത്തിട്ടില്ല. ബ്രൗസറിൽ വന്നിട്ട് ഒന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്യാം. ഹോം പേജ് എന്ന് പറഞ്ഞിട്ട് 4ാമത്തെ കോൾ ബാക്ക് ഫംഗ്ഷനിൽ സെറ്റ് ചെയ്തിരിക്കുന്ന റെസ്പോൺസ് വന്നിട്ടുണ്ട്. അതിന്റെ കൂടെ ഈ 3 അരയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന 3 കോൾ ബാക്ക് ഫംഗ്ഷനും എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും മെത്തേഡിൽ കോൾ ബാക്ക് ഫംഗ്ഷനെ നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് ഏത് മെത്തേഡാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ചൂസ് ചെയ്യാം കേട്ടോ. ഇനി നിങ്ങൾ പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ടൂളിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമുക്ക് API റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലേ, അതായത് API ബിൽഡിംഗ്, ടെസ്റ്റിംഗ്, ഡീബഗിംഗ് ഒക്കെ ഈ ടൂൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് ഇത് ഡൗൺലോഡ് ചെയ്യാം. നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. എന്റെ വിൻഡോസിന്റെ 64 ബിറ്റ് ആയതുകൊണ്ട് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വെബ് വേർഷനും അവൈലബിൾ ആണ് കേട്ടോ, അതാണെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് സൈൻ അപ്പ് ചെയ്യാം. സൈൻ അപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാം. വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളിവിടെ URL കൊടുക്കുന്നതനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്നിട്ട് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു URL അല്ലേ,
അത് ഇത് ഞാനിവിടെ കൊണ്ടുവന്ന് കൊടുക്കുവാണ്. എന്നിട്ട് നമ്മൾ HTTP മെത്തേഡ് ഏതാണോ അത് ചൂസ് ചെയ്യുക. അപ്പൊ നമ്മൾ ഗെറ്റ് മെത്തേഡ് അല്ലേ കൊടുത്തത്. എന്നിട്ട് സെൻഡ് ക്ലിക്ക് ചെയ്യുക. സെൻഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് റെസ്പോൺസ് വരും. നമ്മളിവിടെ ഹോം പേജ് അല്ലായിരുന്നോ ചെയ്തിരുന്നത്, അത് റിട്ടേൺ വന്നിട്ടുണ്ട്. മൾട്ടിപ്പിൾ HTTP മെത്തേഡ്സ് വരില്ലേ, ഗെറ്റ് പോസ്റ്റ് പുട്ട് പാച്ച് എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഓരോ പ്രാവശ്യം ബ്രൗസറിൽ പോയി URL ചേഞ്ച് ചെയ്ത് നോക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത് ഇത് പോസ്റ്റ്മാൻ യൂസ് ചെയ്തിട്ട് ചെയ്യാന്ന് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. നമ്മളിപ്പം HTTP മെത്തേഡ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി ഞാൻ ഈ കോഡെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യുവാണേ. നെക്സ്റ്റ് നമുക്ക് Node.js എന്താണ് ആപ്പ് ഡോട്ട് റൗട്ട് നോക്കാം. Node.js തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന വേറൊരു മെത്തേഡാണ് ഈ റൗട്ട് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ HTTP റിക്വസ്റ്റ് ഉണ്ട്, ലൈക്ക് ഗെറ്റ് പോസ്റ്റ് പുട്ട് പാച്ച് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ സെയിം URL ആണ് എല്ലാത്തിനെയും യൂസ് ചെയ്യുന്നതെന്ന് വിചാരിച്ചോ. അതായത് ഇപ്പൊ ഒരു സ്റ്റുഡന്റിന്റെ ഒരു സ്റ്റുഡന്റ് API എടുക്കുക. ഒരു സ്റ്റുഡന്റിന്റെ ഡാറ്റാബേസിലേക്ക് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നു, റീട്രൈവ് ചെയ്യുന്നു, അതേപോലെ അപ്ഡേറ്റ് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു. ഇതെല്ലാം സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു URL കോമൺ അല്ലേ. അതിൽ വരുന്ന നെക്സ്റ്റ് പോർഷൻ ആണ് ഡിഫറെന്റ് ആയിട്ടുള്ളത്. ഗെറ്റ്, പോസ്റ്റ്, ഡിലീറ്റ്, ഇത് ഏതാണോ മെത്തേഡാണ് ഡിഫറെന്റ് ആയിട്ടുള്ളത്. റൗട്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ട് റൂട്ട് ഹാൻഡ്ലേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. അതായത് ഇനിഷ്യലി നമ്മൾ റൂട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഈ ഡിഫറെന്റ് ആയിട്ടുള്ള HTTP മെത്തേഡ്സിനെ ചേഞ്ച് ചെയ്യും. അപ്പൊ നമുക്ക് അപ്പൊ കുറച്ചും കൂടെ ക്ലീൻ ആയിട്ടുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കോഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ കേസ് റൗട്ട് മെത്തേഡ് ഇല്ലായിരുന്നെങ്കിൽ നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് URL സെറ്റ് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് ഫംഗ്ഷൻസ് ചെയ്യണം അല്ലേ. ആപ്പ് ഡോട്ട് ഗെറ്റ്, ആപ്പ് ഡോട്ട് പോസ്റ്റ്, അപ്പൊ ഓരോന്നിലും നമ്മൾ URL സെറ്റ് ചെയ്ത് കൊടുക്കണം, കോൾ ബാക്ക് ഫംഗ്ഷൻ എഴുതി ചെയ്യണം അല്ലേ. അതിന് പകരം ഈ ഒരു URL ബേസ് ചെയ്തിട്ടുള്ള എല്ലാ HTTP മെത്തേഡ്സിനും നമുക്ക് റൗട്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് ആപ്പ് ഡോട്ട് റൗട്ട് മെത്തേഡിനെ ഫസ്റ്റ് കോൾ ചെയ്യാം. ഇതിന്റെ അകത്ത് നമ്മുടെ ഇതിനകത്ത് നമ്മുടെ URL കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ സെയിം എക്സാമ്പിൾ സ്റ്റുഡന്റ് ആണ് എടുക്കുന്നത്. എന്നിട്ട് ഡോട്ട് ഇട്ടിട്ട് ഓരോ HTTP മെത്തേഡ് ആയിട്ട് കൊടുക്കുക. ഫസ്റ്റ് ഗെറ്റ് മെത്തേഡ് ആണ്. ഗെറ്റ് മെത്തേഡിന്റെ ഉള്ളിൽ കോൾ ബാക്ക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. എന്നിട്ട് ഇതിന്റെ പാരാമീറ്റർ റിക്വസ്റ്റ് റെസ്പോൺസ് കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ അകത്ത് റെസ്പോൺസ് ഡോട്ട് സെൻഡ് കൊടുക്കുന്നു. ഫെച്ച് സ്റ്റുഡന്റ് ഡാറ്റ എന്നാട്ടോ കൊടുക്കുന്നത്. ഇത് നമ്മൾ പറഞ്ഞില്ലേ മെത്തേഡ് ചെയ്യാന്ന്. സോ ഡോട്ട് ഇട്ടിട്ട് പുട്ട് മെത്തേഡ് കൊടുക്കുക. എഗെയിൻ ആരോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. റിക്വസ്റ്റ് റെസ്പോൺസ് മെത്തേഡ് ഡിഫൈൻ ചെയ്യുന്നു. റെസ്പോൺസ് ഡോട്ട് സെൻഡ് ഓഫ്. പോസ്റ്റ് ആയതുകൊണ്ട് ആഡ് സ്റ്റുഡന്റ് എന്ന് കൊടുക്കും. ഇനി എഗെയിൻ ഡോട്ട് അടുത്ത മെത്തേഡ്, അടുത്തത് ഏതാണ്, പുട്ട് മെത്തേഡ് അല്ലേ. എഗെയിൻ ആരോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. റിക്വസ്റ്റ് റെസ്പോൺസ് ഡോട്ട് സെൻഡ് ഓഫ്. പുട്ട് മെത്തേഡ് എന്താ ചെയ്യുന്നത്, അപ്ഡേറ്റ് അല്ലേ, അപ്ഡേറ്റ് സ്റ്റുഡന്റ്. ഫൈനലി ഡോട്ട് ഡിലീറ്റ് ഓഫ്. അഗൈൻ കോൾ ബാക്ക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. റിക്വസ്റ്റ് റെസ്പോൺസ് ഡോട്ട് സെൻഡ് ഓഫ്. ഡിലീറ്റ് സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് കൊടുക്കുന്നു. റിയൽ പ്രൊജക്റ്റിലേക്ക് വരുന്ന സമയത്ത് റെസ്പോൺസിന്റെ ഉള്ളിൽ നമ്മൾ ഫെച്ച്, ആഡ്, അപ്ഡേറ്റിന്റെ ഒക്കെ മോംഗോഡിബിലെ കൊറി ആട്ടോ എഴുതാം മോംഗോസിലെ. പക്ഷെ ഇവിടെ നമ്മൾ ഡാറ്റാബേസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒരു സ്ട്രിങ് റെസ്പോൺസ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പം എക്സ്പ്രസ്സിലെ മെത്തേഡ്സ് അല്ലേ നോക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ ആപ്പ് ഡോട്ട് റൗട്ട് ഇല്ലാതെ എങ്ങനെയാ ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഓരോ ഇതിനും ആപ്പ് ഡോട്ട് ഗെറ്റ് ഓഫ് എന്ന് പറഞ്ഞ URL കൊടുക്കണം. ശരിക്കും URL ഇവിടെ കോമൺ അല്ലേ, മെത്തേഡ്സ് അല്ലേ മാറുന്നുള്ളൂ. ഇപ്പൊ ഏറ്റവും നല്ല ഡെവലപ്പർ ആവുന്നത് എപ്പോഴാ, നമ്മൾ മാക്സിമം കോഡ് റിപ്പീറ്റേഷൻ ഒഴിവാക്കി ജനറലൈസ്ഡ് കോഡ് എഴുതുമ്പോഴല്ലേ. ആ ഒരു കേസിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് റൗട്ട് എന്ന് പറഞ്ഞത്. ഇനി അഗെയിൻ നമുക്ക് സെർവർ ഒന്ന് നമുക്ക്
പോസ്റ്റ്മാനിൽ വന്നിട്ട് ഇതിന്റെ ഔട്ട്പുട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ URL കൊടുക്കുവാണ്, ലോക്കൽ ഹോസ്റ്റ് /സ്റ്റുഡന്റ് അല്ലേ നമ്മൾ കൊടുത്തിരുന്നത്. ഇനി ഫസ്റ്റ് നമ്മൾ ഗെറ്റ് മെത്തേഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫെച്ച് സ്റ്റുഡന്റ് ഡാറ്റ എന്ന് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് പോസ്റ്റ് മെത്തേഡ് ചെക്ക് ചെയ്ത് നോക്കാം. ആഡ് സ്റ്റുഡന്റ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് പുട്ട് മെത്തേഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ അപ്ഡേറ്റ് സ്റ്റുഡന്റ് ഡാറ്റ എന്നല്ലേ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നാട്ടോ എനിക്ക് തോന്നുന്നേ. ഞാനത് മാക്സിമൈസ് ചെയ്യാം. ഫൈനലി ഡിലീറ്റ് മെത്തേഡ് കൊടുത്തിട്ട് സെൻഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡിലീറ്റ് സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് എക്സ്പ്രസ്സിലെ റൗട്ട് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡിന്റെ ഇമ്പോർട്ടൻസ്. നെക്സ്റ്റ് നമുക്ക് എക്സ്പ്രസ് JSലെ എന്താണ് റൗട്ടർ നോക്കാം. അപ്പൊ ഇതിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡെഫിനിഷനും അതിന്റെ എക്സാമ്പിളും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എ റൗട്ടർ ഒബ്ജക്റ്റ് ഈസ് ആൻ ഐസൊലേറ്റഡ് ഇൻസ്റ്റൻസ് ഓഫ് മിഡിൽ വെയർ ആൻഡ് റൗട്ട്സ്. അതായത് ഇപ്പൊ നിങ്ങളുടെ വലിയൊരു ആപ്ലിക്കേഷൻ ആണെന്ന് വിചാരിച്ചു. നമുക്ക് ഒരുപാട് മോഡ്യൂൾസ് ഉണ്ടാവില്ലേ നമ്മുടെ ആപ്ലിക്കേഷൻസിൽ. ഈ ഓരോ എല്ലാ മോഡ്യൂൾസിന്റെയും റൗട്ട്സിനെ ഒരു സിംഗിൾ പേജിൽ എഴുതുവാണെങ്കിൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. എസ്പെഷ്യലി ബഗ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഡീബഗ് ചെയ്യുകയാണെങ്കിൽ ഇത് എവിടുന്ന് എങ്ങനെയെന്ന് ഒരു ഐഡിയയും കിട്ടില്ല. അപ്പൊ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മെത്തേഡ് ഏതാ? റിലേറ്റഡ് ആയിട്ടുള്ള റൗട്ട്സിനെ എല്ലാം ഗ്രൂപ്പ് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് റൗട്ടർ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഇതൊരു മിഡിൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പൊ ഇതല്ലേ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മെത്തേഡ്. ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എക്സ്പ്രസ്സിലെ ഈ റൗട്ടർ മെത്തേഡ്. ഇതിന്റെ ഡെഫിനിഷനിൽ പറയുന്ന പോലെ ഇതും ഒരു മിനി ആപ്ലിക്കേഷൻ ആണ്. റിലേറ്റഡ് റൗട്ട്സിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നു. എന്നിട്ട് ഈ ഗ്രൂപ്പിലേക്ക് നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മിഡിൽ വെയർസിനെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു റൗട്ടർ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. അതാണ് ഏറ്റവും ബെറ്റർ. അതിനകത്ത് നമുക്ക് ഓരോ മോഡ്യൂളിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ റൗട്ടർ ഫയൽ ക്രിയേറ്റ് ചെയ്ത് ചെയ്യാം. നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും കേട്ടോ. സോ ഞാൻ റൗട്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുവാണ്. ഇതിന്റെ അകത്തൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുവാണ്. student.js എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ആദ്യം എക്സ്പ്രസിനെ ഇമ്പോർട്ട് ചെയ്യണം. പ്രീവിയസ് സെക്ഷനിൽ എങ്ങനെയായിരുന്നു റൗട്ട് ക്രിയേറ്റ് ചെയ്തത്? app.route മെത്തേഡ് യൂസ് ചെയ്തിട്ടല്ലേ. ഇവിടെ അതിന് പകരം നമ്മൾ express.router എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡിനെ കോൾ ചെയ്യണം. അത് റൗട്ടർ ഇൻസ്റ്റൻസ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ റൗട്ടർ ഈക്വൽ ടു, അതാണ് എന്റെ ഇൻസ്റ്റൻസിന്റെ നെയിം. ഞാനിവിടെ റൗട്ടർ എന്നാണ് കൊടുക്കുന്നത്. express.router. ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്. ഞാൻ ഇൻഡെക്സ് ഫയലിൽ നിന്ന് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റൗട്ട്സിനെ ഒക്കെ റിമൂവ് ചെയ്യാം കേട്ടോ. നമ്മൾ തിരിച്ച് സ്റ്റുഡന്റ് ഫയലിൽ വന്നു. ഇവിടെ നമ്മൾ ഓരോ റൗട്ടായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അതിന് റൗട്ടർ ഡോട്ട് ഫസ്റ്റ് മെത്തേഡ് ഗെറ്റ് മെത്തേഡ് സെറ്റ് ചെയ്യുന്നു. ഗെറ്റ് മെത്തേഡിന്റെ ഉള്ളിൽ ഫസ്റ്റ് നമ്മൾ റൗട്ട് കൊടുക്കുന്നു. ഫെച്ച് എന്നാണ് കൊടുക്കുന്നത് റൗട്ട് നെയിം. എന്നിട്ട് കോൾ ബാക്ക് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് റെസ്പോൺസ് സെറ്റ് ചെയ്യുന്നു. ഇതിന് നമ്മൾ പ്രീവിയസ് കണ്ട പോലെ തന്നെ റിക്വസ്റ്റും റെസ്പോൺസും ആണ് വേരിയബിൾസ്. ആർഗ്യുമെന്റ്സ് റെസ്പോൺസ് ഡോട്ട് സെൻഡ് മെത്തേഡിനെ കോൾ ചെയ്തിട്ട് സ്റ്റുഡന്റ് ഡാറ്റ ഫെച്ച് എന്ന് കൊടുക്കുന്നു. ഇനി ഞാൻ ഇതിനെ ഒന്ന് കോപ്പി ചെയ്യുവാണ്. നമുക്ക് എഡിറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഞാൻ പോസ്റ്റ് മെത്തേഡ് ആണ് സെറ്റ് ചെയ്യുന്നത്. ക്രിയേറ്റ് എന്ന് അതിന്റെ URL കൊടുക്കുന്നു. സ്റ്റുഡന്റ് ഡാറ്റ സേവ് എന്നാണ് റെസ്പോൺസ് ആയിട്ട് സെറ്റ് ചെയ്യുന്ന സ്ട്രിങ്. അടുത്ത മെത്തേഡ് പുട്ടാണ്, അതായത് നമ്മുടെ അപ്ഡേറ്റ് ചെയ്യുന്ന മെത്തേഡ്. ഇവിടെ ഞാൻ സ്റ്റുഡന്റ് ഡാറ്റ അപ്ഡേറ്റ് എന്ന് കൊടുക്കുന്നു. നെക്സ്റ്റ് മെത്തേഡ് ഡിലീറ്റ് ആണ്. സോറി, ഇവിടെ URL ചേഞ്ച് ചെയ്തിട്ടില്ലായിരുന്നു അല്ലെ. ഞാൻ അപ്ഡേറ്റ് എന്ന് കൊടുക്കുന്നു. ഡിലീറ്റിന് ഡിലീറ്റ് എന്ന് തന്നെ കൊടുക്കുന്നു.
സ്റ്റുഡന്റ് ഡാറ്റ ഡിലീറ്റ് എന്നതിന്റെ റിട്ടേൺ സ്ട്രിങ് കൊടുക്കുന്നു. ഇത് നമുക്ക് ആവശ്യമില്ലായിരുന്നു, റിമൂവ് ചെയ്യാണ്. ഫൈനലി നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന റൗട്ടർ ഒബ്ജക്റ്റിനെ എക്സ്പോർട്ട് ചെയ്യണം, കാരണം നമുക്ക് അതർ മോഡ്യൂൾസിൽ ഇത് യൂസ് ചെയ്യണ്ടേ. സോ എക്സ്പോർട്ട് ഡിഫാൾട്ട് സ്പേസ് ഒബ്ജക്റ്റ് റൗട്ടർ നല്ല നമ്മുടെ ഒബ്ജക്റ്റ് നെയിം അത് കൊടുക്കുന്നു. ഇപ്പൊ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ഒരു റൗട്ടർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ index.jsൽ വന്നിട്ട് ഈ റൗട്ടറിനെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് ഞാൻ സ്റ്റുഡന്റ് എന്നാണ് കൊടുക്കുന്നത്. ഫ്രം /router/student. ഇവിടെ JS എക്സ്റ്റൻഷൻ കൊടുക്കാൻ വിട്ടുപോകരുത്, നമുക്ക് അല്ലെങ്കിൽ എറർ വരും കേട്ടോ. നെക്സ്റ്റ് നമ്മൾ വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ app.use എന്ന് പറഞ്ഞിട്ടുള്ള മിഡിൽ വെയർ യൂസ് ചെയ്യണം. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻകമിംഗ് റിക്വസ്റ്റിനെ പാഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മൾ URL സെറ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ കൊടുത്ത പോലെ സ്റ്റുഡന്റ് എന്ന് കൊടുക്കുന്നു, കോമ ഇട്ടിട്ട് നമ്മുടെ റൗട്ടർ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ഇത് എക്സ്പ്രസ്സിൽ ബിൽറ്റിൻ ആയിട്ടുള്ള മിഡിൽ വെയർസ് ആട്ടോ. മിഡിൽ വെയർ എന്താന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് സെക്ഷനിൽ ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ ജസ്റ്റ് ഇത് യൂസ് ചെയ്യാം. ഇനി നമുക്ക് പോസ്റ്റ്മാനിൽ പോയിട്ട് ഈ കോഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഇവിടെ വന്നിട്ട് നമ്മൾ ലോക്കൽ ഹോസ്റ്റ് /സ്റ്റുഡന്റ്, അത് കഴിഞ്ഞിട്ട് ഓരോ മെത്തേഡ് ആയിട്ട് കൊടുക്കണം. ഇവിടെ നമ്മൾ ഏതൊക്കെ ഓരോ മെത്തേഡിന്റെ URL കൊടുക്കണം. അതായത് ഗെറ്റിനാണെങ്കിൽ നമ്മൾ ഫെച്ച് എന്ന് കൊടുത്തിട്ടുണ്ട്, പോസ്റ്റിന് ക്രിയേറ്റ്, അപ്ഡേറ്റ്, ഡിലീറ്റ്, ഇത്രയും മെത്തേഡ് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഫസ്റ്റ് ഞാൻ ഗെറ്റിന്റെ മെത്തേഡ് student/fetch എന്ന് കൊടുക്കുന്നു, സെൻഡ് കൊടുക്കുക. ഇവിടെ സ്റ്റുഡന്റ് ഡാറ്റ ഫെച്ച് എന്ന് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ പോസ്റ്റിന് കൊടുത്തിരിക്കുന്നത് ക്രിയേറ്റ് എന്നാണ് അല്ലെ, /create എന്ന് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് എറർ വന്നിട്ടുണ്ട്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ HTTP മെത്തേഡ് പോസ്റ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. മാറ്റി കൊടുത്തപ്പോൾ സ്റ്റുഡന്റ് ഡാറ്റ സേവ് വന്നു. അടുത്ത മെത്തേഡ് പുട്ട് അല്ലേ, അതിന് കൊടുത്തിരിക്കുന്ന URL ഏതായിരുന്നു, അപ്ഡേറ്റ് എന്നല്ലേ, അത് കൊടുക്കുക. അതിന്റെ റൗട്ട് കൊടുക്കുക. അവിടെ സ്റ്റുഡന്റ് ഡാറ്റ അപ്ഡേറ്റ് എന്ന് വന്നിട്ടുണ്ട്. ഫൈനലി ഡിലീറ്റ് മെത്തേഡിന് കൊടുത്തിരിക്കുന്ന റൗട്ട് എന്തായിരുന്നു, ഡിലീറ്റ് എന്ന് തന്നെയല്ലേ, ഡിലീറ്റ് കൊടുക്കുന്നു, സെൻഡ് ചെയ്യുന്നു, സ്റ്റുഡന്റ് ഡാറ്റ ഡിലീറ്റ്. അപ്പൊ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് റൗട്ടർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൗട്ടർ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു, ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു, റൗട്ടർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ റൗട്ട്സ് എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്ത് ഫൈനലി അതിനെ എക്സ്പോർട്ട് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള ഫയലിൽ അത് ഇമ്പോർട്ട് ചെയ്തിട്ട് മിഡിൽ വെയർ app.use യൂസ് ചെയ്തിട്ട് JSON പാസ് ചെയ്യാം. നമ്മുടെ കോഡിന്റെ മോഡുലാരിറ്റി ഇൻക്രീസ് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ റൗട്ടർ ഒബ്ജക്റ്റ് ഉള്ളത്. നെക്സ്റ്റ് നമുക്ക് എക്സ്പ്രസ്.jsൽ എന്താണ് റൗട്ട് പാരാമീറ്റേഴ്സ് നോക്കാം. റൗട്ട് പാരാമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ URLന്റെ പോർഷൻ ഡൈനാമിക് ആയിട്ട് സെറ്റ് ചെയ്യാം. ആക്ച്വൽ URL വരുന്ന സമയത്ത് ഈ URL നമ്മൾ കൊടുത്തിരിക്കുന്ന ഡൈനാമിക് പോർഷൻ ചേഞ്ച് ആവും, അതായത് റിക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ HTML ഇൻപുട്ട് ബോക്സിന് പ്ലേസ് ഹോൾഡർ സെറ്റ് ചെയ്യുന്നില്ലേ, ആ പ്ലേസ് ഹോൾഡർ ആക്ച്വൽ വാല്യൂ അല്ല, അതൊരു ഇൻഡിക്കേഷൻ ആണല്ലേ. അതുപോലെ നമ്മൾ റൗട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് URLലും ഇതുപോലെ പ്ലേസ് ഹോൾഡേഴ്സ് നമുക്ക് സെറ്റ് ചെയ്യാം. ലേറ്റർ ആ റിക്വസ്റ്റ് വരുന്ന സമയത്ത് ആ റിക്വസ്റ്റിലുള്ള വാല്യൂ വെച്ചിട്ട് ഇത് റീപ്ലേസ് ചെയ്തോളൂ. അപ്പൊ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും കേട്ടോ. ഞാനിപ്പം ഈ റൗട്ടർ ഒക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യുവാണ്, ഇതിന് നമുക്ക് ആവശ്യമില്ല. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് പ്രീവിയസ് റൗട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തില്ലേ, അതേ സ്റ്റുഡന്റിന്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ബാക്ക് എൻഡിൽ പോയിട്ട് ഒരു പർട്ടിക്കുലർ സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽ ഫെച്ച് ചെയ്യണം എന്ന് വിചാരിച്ചു. നമ്മൾ സാധാരണ എന്താ ചെയ്യുക, നമുക്ക് ഏത് സ്റ്റുഡന്റിന്റെ ആണോ ഡാറ്റ വേണ്ടത് അതിന്റെ യൂസർ ID, യുണീക്ക് ആയിട്ടുള്ള അവരുടെ ID ബാക്ക് എൻഡിലേക്ക് റിക്വസ്റ്റിന്റെ കൂടെ സെൻഡ് ചെയ്യൂ അല്ലേ. അല്ലെങ്കിൽ നമുക്ക് ഒരു e-commerce സൈറ്റ് എടുക്കാം. അപ്പൊ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രോഡക്റ്റിനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് അവൈലബിൾ ആണോ, അതിന്റെ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ബാക്ക് എൻഡിലേക്ക് പ്രോഡക്റ്റ് ID വെച്ചിട്ട് ഒരു കോള് പോകുന്നുണ്ടാവും. അതിന്റെ റെസ്പോൺസ് ആണ് നമുക്ക് ആ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് ആ പേജിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് വെച്ചിട്ടൊന്ന് ഇംപ്ലിമെന്റ് ചെയ്യാം ഫസ്റ്റ്. സോ app.get മെത്തേഡ് യൂസ് ചെയ്തിട്ടല്ലേ നമ്മൾ ഡാറ്റ ഫെച്ച് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ /fetch എന്ന് കൊടുക്കുന്നു URL. ഇനി അടുത്തത് നമ്മൾ റൗട്ട് പാരാമീറ്റർ സെറ്റ് ചെയ്യണം. അതായത് നമുക്ക് ഈ സ്റ്റുഡന്റ് ID ഇപ്പൊ അറിയില്ല, അത് ഡൈനാമിക് ആയിട്ട്
നമ്മുടെ URL-ന്റെ കൂടെയാണ് വരുന്നത്, അതായത് റിക്വസ്റ്റിന്റെ കൂടെയാണ് വരുന്നത്. സോ നമ്മൾ റൗട്ട് പാരാമീറ്ററിനെ ക്രിയേറ്റ് ചെയ്യണം, അതിനൊരു നെയിം സെറ്റ് ചെയ്യണം. ഈ ഒരു പൊസിഷൻ വെച്ചാണ് കേട്ടോ ഇത് മാച്ച് ചെയ്യുന്നത്. റിക്വസ്റ്റ് URL ആ പൊസിഷനിൽ വരുന്ന വാല്യൂ വെച്ചിട്ട് ഈ നെയിമിനെ റീപ്ലേസ് ചെയ്യും. അതായത് ഇത് ക്രിയേറ്റ് ചെയ്യുന്ന സിന്റാക്സ് /: നമ്മൾ എന്താണോ നമുക്ക് വരാൻ പോകുന്ന ഡാറ്റ അതിനൊരു നെയിം കൊടുക്കുക. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ ഒരു പ്ലേസ് ഹോൾഡർ പോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് ആസ് യൂഷ്വൽ കോൾ ബാക്ക് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. റിക്വസ്റ്റ് റെസ്പോൺസ് ഇതിനകത്ത് ഞാൻ സെൻഡ് ചെയ്യാൻ പോവാണ്. response.send മെത്തേഡ് ജസ്റ്റ് സ്റ്റുഡന്റ് ID ഈസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ സ്റ്റുഡന്റ് ഐഡിനെ യൂസ് ചെയ്യുന്നത്, അതായത് നമ്മൾ പാരാമീറ്റർ, അതായത് നമ്മൾ ഫെച്ച് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിക്വസ്റ്റ് ഒബ്ജക്റ്റിലെ അതിൻ്റെ അകത്ത് പാരംസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അതായത് പാരാമീറ്റേഴ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആ ഒബ്ജക്റ്റിന്റെ അകത്തായിരിക്കും നമ്മൾ ഈ കൊടുക്കുന്ന എല്ലാ റൗട്ട് പാരാമീറ്റേഴ്സും ഉണ്ടാവുക. അപ്പൊ നമുക്ക് നെയിം വെച്ചിട്ട് സ്പെസിഫൈ ചെയ്യാം. നമ്മുടെ URL കൊടുക്കുന്ന ഈ നെയിം വെച്ചിട്ട് നമുക്കതിനെ ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ടെംപ്ലേറ്റ് ലിറ്ററലാണ് യൂസ് ചെയ്യുന്നത്. EXXന്റെ സിന്റാക്സ് അറിയാത്തവർ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. റിക്വസ്റ്റ് ഡോട്ട് പാരംസ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ്, അതിന്റെ അകത്ത് യൂസർ ID, മൾട്ടിപ്പിൾ റൗട്ട് പാരാമീറ്റേഴ്സ് നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പൊ നമ്മൾ സിംഗിളിന്റെ എക്സാമ്പിളാണ് നോക്കിയത്, നെക്സ്റ്റ് നമ്മൾ മൾട്ടിപ്പിളിന്റെ എക്സാമ്പിൾ സെറ്റ് ചെയ്ത് നോക്കും. അപ്പൊ ഇതാണ് റൗട്ട് പാരാമീറ്റേഴ്സ്. നമ്മൾ URL സ്പെസിഫിക് പൊസിഷനിൽ ഇതുപോലെ റൗട്ട് പാരാമീറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യും. അതിന്റെ സിന്റാക്സ് കോളനും നെയിമും ആണ്. റിക്വസ്റ്റ് ഒബ്ജക്റ്റില് പാരംസ് പറഞ്ഞ ഒബ്ജക്റ്റ് ഉണ്ട്, അതിൽ നിന്നാണ് ഇത് ഫെച്ച് ചെയ്യുന്നത്. നമുക്ക് പോസ്റ്റ്മാനിൽ പോയിട്ട് ഈ എക്സാമ്പിൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതൊന്ന് കോപ്പി ചെയ്യുവാണ്. മെത്തേഡ് കൊടുക്കുന്നു, നമ്മൾ ഗെറ്റ് മെത്തേഡ് അല്ലേ. ഇനി ഞാനൊരു സ്റ്റുഡന്റ് ID കൊടുക്കുവാണ്. ഇവിടെ നമ്മൾ കോളന്റെ ഒന്നും ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് ID കൊടുത്താൽ മതി. ആ പൊസിഷനിൽ തന്നെ കൊടുക്കണം കേട്ടോ. ഞാൻ 100 എന്നാണ് സ്റ്റുഡന്റ് ID കൊടുക്കുന്നത്. ഇപ്പൊ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ സ്റ്റുഡന്റ് ID ഈസ് 100 എന്ന് പറഞ്ഞിട്ട് റിസൾട്ട് വന്നിട്ടുണ്ട് സക്സസ്ഫുൾ ആയിട്ട്. കണ്ടില്ലേ? ഇനി നമുക്ക് മൾട്ടിപ്പിൾ റൗട്ട് പാരാമീറ്റേഴ്സ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഓരോന്നും ഇങ്ങനെ ആക്സസ് ചെയ്യാൻ നിൽക്കാതെ, ഓരോന്നും നമുക്ക് ആവശ്യമുള്ള പ്ലേസിലെല്ലാം ആക്സസ് ചെയ്യാൻ നിൽക്കാതെ, ആദ്യം നമുക്ക് എത്ര റൗട്ട് പാരാമീറ്റേഴ്സ് ആണോ ഉള്ളത് അതെല്ലാം ഒബ്ജക്റ്റിന് ഡീസ്ട്രക്ചർ ചെയ്ത് ഓരോ വേരിയബിൾസിലേക്ക് അസൈൻ ചെയ്യുക. ഇപ്പൊ ഡീസ്ട്രക്ചറിങ് EXXന്റെ പാർട്ടാണ്, നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അറിയില്ലാത്തവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് സപ്പോസ് നമ്മുടെ URL-ന്റെ കൂടെ സ്റ്റുഡന്റിന്റെ IDയും നെയിമും വരുന്നുണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ രണ്ടും ഡൈനാമിക് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ആണ് അല്ലെ. ഞാൻ ഒരു റൗട്ട് പാരാമീറ്ററും കൂടെ സെറ്റ് ചെയ്യുവാണ്, യൂസർ നെയിം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ ഇവിടെ ഡീസ്ട്രക്ചറിങ് ചെയ്യുവാണ്. ഫസ്റ്റ് കോൺസ്റ്റ് യൂസർ ID, യൂസർ നെയിം. പാരാമീറ്റർ നെയിം ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം കേട്ടോ. റിക്വസ്റ്റ് ഡോട്ട് പാരംസ്. ഇനി ഞാനൊരു ആൻഡ് ഇട്ടിട്ട് ഇനി ഇവിടെ നമുക്ക് റിക്വസ്റ്റ് ഡോട്ട് യൂസർ IDന്റെ ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് യൂസർ ID കൊടുക്കാം. അതുപോലെ യൂസർ നെയിമും കൊടുക്കാം. ഇതുപോലെ മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ് നമുക്ക് റൗട്ട് പാരാമീറ്റേഴ്സ് ആയിട്ട് സെറ്റ് ചെയ്യാം. അപ്പം നേരത്തെ നമ്മൾ യൂസ് ചെയ്ത പോലെ നമുക്ക് ആവശ്യമുള്ളിടത്ത് റിക്വസ്റ്റ് ഡോട്ട് പാരംസ് ഡോട്ട് നമുക്ക് ആ ഒരു നെയിം റൗട്ടിന്റെ പാരാമീറ്റർ നെയിം വെച്ചിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഇനിഷ്യലി എല്ലാ പാരാമീറ്റേഴ്സിനെയും ഡീസ്ട്രക്ചറിങ് ചെയ്തിട്ട്, അപ്പൊ ഡീസ്ട്രക്ചറിങ് ചെയ്യുന്നത് നമ്മുടെ URL കൊടുക്കുന്ന സെയിം ഓർഡറിലായിരിക്കും ആ പാരാമീറ്റേഴ്സ് ഈ ഒബ്ജക്റ്റിൽ ഉണ്ടാവുക. അപ്പൊ ആ ഓർഡറിൽ തന്നെ ഡീസ്ട്രക്ചറിങ് ചെയ്യണം.
എഗെയിൻ ഞാൻ പോസ്റ്റ്മാനിൽ പോയിട്ട് സ്ലാഷ് ഇട്ടിട്ട് ഒരു യൂസർ നെയിമും കൂടെ കൊടുക്കുന്നു. ഞാനിവിടെ സിജു എന്നാണ് കൊടുക്കുന്നത്. സെൻഡ് ചെയ്യുന്നു. ഇവിടെ കണ്ടില്ലേ, സ്റ്റുഡന്റ് ID is 100 ആൻഡ് നെയിം സിജു എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് എക്സ്പ്രസ് JSലെ റൗട്ട് പാരാമീറ്റേഴ്സ്. നമുക്ക് ഇതുപോലെ URLന് അതിന്റെ സ്പെസിഫിക് പൊസിഷനിലുള്ള വാല്യൂസിനെ ക്യാപ്ചർ ചെയ്യാം. ഈ വാല്യൂസ് നമ്മൾ ഡൈനാമിക് ആയിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അത് ആക്സസ് ചെയ്യുന്നത് റിക്വസ്റ്റ് ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ടാണ്. നെക്സ്റ്റ് നമുക്ക് ഈ റൗട്ട് പാരാമീറ്റേഴ്സിനെ തന്നെ റിലേറ്റ് ചെയ്തിട്ടുള്ള app.param എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് എന്താന്ന് നോക്കാം. ഈ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഡിഫൈൻ ചെയ്ത റൗട്ട് പാരാമീറ്റേഴ്സിലെ അതിനൊരു മിഡിൽ വെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റൗട്ട് പാരാമീറ്റേഴ്സിനെ മിഡിൽ വെയർ സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ പാരാമീറ്റേഴ്സ് ആക്ച്വൽ റൗട്ടിലേക്ക് എത്തുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ പ്രോസസ് ചെയ്യാം. അതിന് വേരിയസ് ആയിട്ടുള്ള യൂസ് കേസസ് ഉണ്ട് കേട്ടോ. ഇപ്പൊ നമ്മളൊരു യൂസർ ഐഡിയും പാസ്വേഡും ആണ് വരുന്നതെങ്കിൽ ഈ റൗട്ടിലേക്ക് എത്തുന്നതിന് മുന്നേ അതിനെ വാലിഡേറ്റ് ചെയ്യാം. ഇപ്പൊ ചില ഇൻജെക്ഷൻ അറ്റാക്സുകളൊക്കെ ഉണ്ടാവില്ലേ, അതിനെ പ്രിവെന്റ് ചെയ്യാനും ഇൻപുട്ട് ഡാറ്റ അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡാറ്റ പാരാമീറ്റേഴ്സിന് നമ്മൾ സാനിറ്റൈസ് ചെയ്യാറുണ്ടല്ലേ. അപ്പൊ ഈ ഡാറ്റ ക്ലീനപ്പിന് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ വാലിഡേഷന് വേണ്ടിയിട്ട്, സപ്പോസ് ഇപ്പം ഒരു യൂസർ ID അവര് തെറ്റായിട്ടാണ് അടിച്ചിരിക്കുന്നത്, അതായത് നമ്പേഴ്സിന്റെ പൊസിഷനിൽ കുറെ സ്ട്രിങ് ഒക്കെയാണ് വരുന്നതെങ്കിൽ ഡാറ്റ നമുക്ക് വാലിഡേറ്റ് ചെയ്യാം. അപ്പൊ ജാവാസ്ക്രിപ്റ്റ് നമ്മൾ വാലിഡേഷൻസ് ചെയ്യാറില്ലേ, നമ്പർ വാലിഡേഷൻ, ടെക്സ്റ്റ് വാലിഡേഷൻ ഒക്കെ ചെയ്യാറില്ലേ, ഇപ്പൊ റിക്കോർഡ് കമ്പൽസറി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ഇപ്പൊ ഒരു യൂസർ ID ആണ് URL വരുന്നതെന്നുണ്ടെങ്കിൽ ആ യൂസർ ID ബേസ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് യൂസറിന്റെ ഡാറ്റ നമ്മൾ ഡാറ്റാബേസിൽ നിന്ന് ഫെച്ച് ചെയ്ത് ഈ റിക്വസ്റ്റ് പാരാമീറ്ററിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ മൾട്ടിപ്പിൾ യൂസ് കേസസ് ഉണ്ട് ഈ app.parameter മെത്തേഡിന്. നമ്മൾ എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും കേട്ടോ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മിഡിൽ വെയർ നമ്മൾ റൗട്ടർ ഡിഫൈൻ ചെയ്യുന്നതിന് മുന്നേ ഈ app.param എന്ന് പറഞ്ഞിട്ടുള്ള മിഡിൽ വെയർ റൺ ചെയ്യണം. അതായത് അത് ഡിഫൈൻ ചെയ്യണം. റിക്വസ്റ്റ് വരുന്ന സമയത്ത് അതിലെ പാരാമീറ്റർ ഈ മിഡിൽ വെയറിലെ പാരാമീറ്ററുമായിട്ട് മാച്ച് ആവുകയാണെങ്കിൽ ഇത് പ്രോസസ് ചെയ്യും. മൂന്നാമത്തെ സ്റ്റെപ്പ് ഓപ്ഷനിലാണ്. ഈ പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള ഡാറ്റ എന്തെങ്കിലും ഈ request.param എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൽ നമ്മൾ പാരാമീറ്റർ ഒബ്ജക്റ്റിൽ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ കണ്ട നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മിഡിൽ വെയറിന്റെ ഓപ്ഷൻ ഇല്ലേ, അത് യൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് മിഡിൽ വെയറിലേക്കോ അല്ലെങ്കിൽ റൗട്ടിലേക്കോ പാസ് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് ഞാനൊരു യൂസറിന്റെ ഒബ്ജക്റ്റ് സാമ്പിൾ ആയിട്ട് എടുക്കുവാണ് കേട്ടോ. ഇതിന്റെ കീ ആയിട്ട് യൂസർ ID കൊടുത്തിട്ടുണ്ട്, വാല്യൂ ആയിട്ട് നെയിമും ഏജും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ 2 യൂസേഴ്സിന്റെ നെയിമും ഏജുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ URL ഒരു യൂസർ ID വരും. ആ യൂസർ ID ബേസ് ചെയ്തിട്ട് നമുക്ക് മിഡിൽ വെയറിൽ, അപ്പം യൂസർ ID വരുമ്പം ഈ റൗട്ടറിലേക്ക് പോകുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, ഈ യൂസർ IDയുടെ ബേസ് ചെയ്തിട്ടുള്ള കറസ്പോണ്ടിങ് യൂസർ ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്ത് യൂസർ ഒബ്ജക്റ്റിലേക്ക് റിക്വസ്റ്റ് ഒബ്ജക്റ്റിലേക്ക് ആഡ് ചെയ്യണം. എന്നിട്ട് വേണം റൗട്ടർ എക്സിക്യൂട്ട് ചെയ്യാൻ. അതായത് റൗട്ടറിൽ നമുക്ക് ഈ കംപ്ലീറ്റ് യൂസർ ഡീറ്റെയിൽസ് ആവശ്യമുണ്ട്. അതെങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. സോ ഞാൻ app.param എന്ന് പറഞ്ഞ മെത്തേഡിനെ കോൾ ചെയ്യുന്നു. app.param ഫസ്റ്റ് നമ്മൾ URL കൊടുത്തിരിക്കുന്ന റൗട്ടർ പാരാമീറ്ററിന്റെ നെയിം തന്നെ കൊടുക്കണം കേട്ടോ. അത് മിസ്മാച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇത് വർക്ക് ആവില്ല. കാരണം നമ്മൾ നെയിം വെച്ചിട്ടാണ് മാച്ച് ചെയ്യുന്നത്. റിക്വസ്റ്റ് URL വരുന്ന ആ പാരാമീറ്റർ നെയിം വെച്ചിട്ടാണ് മാച്ച് ചെയ്യുന്നത്. ഈ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് പാരാമീറ്റർ നെയിം കൊടുക്കുക. അത് കഴിഞ്ഞ് കോൾ ബാക്ക് ഫംഗ്ഷൻ, ഈ ഡാറ്റനെ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോൾ ബാക്ക് ഫംഗ്ഷൻ കൊടുക്കുക. സോ നമ്മുടെ ഇവിടെ കൊടുത്തിരിക്കുന്ന നെയിം എന്താണ്, യൂസർ ID എന്നല്ലേ. ഞാൻ ഇതിനകത്ത് എനിക്ക് യൂസർ നെയിം റിമൂവ് ചെയ്യുവാണ് കേട്ടോ, അതിന്റെ ആവശ്യമില്ല. യൂസർ ID ആണ് വരുന്നതെന്ന് വിചാരിച്ചു. നെക്സ്റ്റ് ഞാൻ കോൾ ബാക്ക് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡാറ്റനെ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിന്റെ അകത്തും റിക്വസ്റ്റ്, റെസ്പോൺസ്, നെക്സ്റ്റ് ഈ 3 മെത്തേഡ്സ് ഉണ്ടാവും. ഇൻകമിംഗ് റിക്വസ്റ്റ് ഡീറ്റെയിൽസ്, റെസ്പോണ്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ്, അതുപോലെ നെക്സ്റ്റ് നമ്മൾ നെക്സ്റ്റിലേക്ക് മിഡിൽ വെയർ നെക്സ്റ്റിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതാണോ ഇവിടെ വരുന്നത്, ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന നെയിം, ആ നെയിം റൗട്ട് പാരാമീറ്റർ ആയിരിക്കണം കൊടുക്കേണ്ടത്. നമ്മളുടെ യൂസർ ID എന്നായതുകൊണ്ട് യൂസർ ID കൊടുക്കുക. നെയിം വരുന്നുണ്ടെങ്കിൽ കോമിട്ട് നെയിം കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഡാറ്റേനെ പ്രോസസ് ചെയ്യാം. സപ്പോസ് ഈ യൂസർ ID വരുന്നത് ഒരു നമ്പർ അല്ല, ഒരു സ്ട്രിങ് ആണെന്ന് വിചാരിച്ചു. അപ്പൊ അതൊരു ഇൻവാലിഡ് യൂസർ ID അല്ലേ. അപ്പൊ നമുക്ക് സ്റ്റാറ്റസ് കോഡ് 404 സെറ്റ് ചെയ്തിട്ട് ഇൻവാലിഡ് യൂസർ ID എന്ന് പറഞ്ഞിട്ടൊരു റെസ്പോൺസ് ഇവിടുന്ന് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതായത് if of
നോട്ട് എ നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ അല്ലേ, അത് വെച്ചിട്ട് ചെക്ക് ചെയ്യാം. നോട്ട് എ നമ്പർ ഓഫ് യൂസർ ഐ ഡി. യൂസർ ഐ ഡി നോട്ട് എ നമ്പർ ആണെങ്കിൽ എന്ത് ചെയ്യാം, റെസ്പോൺസ് ഡോട്ട് സ്റ്റാറ്റസ്, ഇങ്ങനെ നമുക്ക് സ്റ്റാറ്റസ് കോഡ് സെറ്റ് ചെയ്യാം കേട്ടോ. മറ്റേതൊക്കെ സക്സസ് ആയതുകൊണ്ടാണ് ഞാൻ സ്റ്റാറ്റസ് കോഡ് സെറ്റ് ചെയ്യാതിരുന്നത്. ഡിഫാൾട്ട് 200 എടുത്തോളൂ. സെൻഡ് ഓഫ് ഇൻവാലിഡ് യൂസർ ഐ ഡി. ഇനി നമുക്ക് ഒരു വാലിഡേഷനും കൂടെ ചെയ്യാം. നമുക്ക് ഈ യൂസർ ഐ ഡി ബേസ് ചെയ്തിട്ട് യൂസർ ഒബ്ജക്റ്റിൽ നിന്ന് ഡാറ്റ എക്സിസ്റ്റിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അതായത് കോൺസ്റ്റ് യൂസർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളിലേക്ക് നമ്മുടെ യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റയിൽ ഞാൻ ഈ യൂസർ ഐ ഡി പാസ് ചെയ്തിട്ട് നമ്മൾ ഒബ്ജക്റ്റിൽ നിന്ന് ആ ഒരു പർട്ടിക്കുലർ ഈ ഒബ്ജക്റ്റിന് ഈ പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യുക. അതായത് യൂസർ ഐ ഡി ബേസ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യുന്നു. ഇനി ഞാൻ സപ്പോസ് ഈ യൂസർ ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരു യൂസർ ഐ ഡി ആണ് URL നിന്ന് വന്നേന്ന് വിചാരിച്ചു. അപ്പം എക്സിസ്റ്റിംഗ് അല്ലല്ലോ, നോട്ട് ഈക്വൽ ടു വെച്ച് ചെക്ക് ചെയ്യുന്നു. ഇഫ് ഓഫ് നോട്ട് ഈക്വൽ ടു യൂസർ ഡീറ്റെയിൽസ്, അതായത് ഈ യൂസർ ഡീറ്റെയിൽസ് എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ എഗെയിൻ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത് 404 സ്റ്റാറ്റസ് കോഡ് 404 സെറ്റ് ചെയ്യുന്നു. ഡോട്ട് സെൻഡ് യൂസർ നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു. ഇനി ഈ രണ്ട് പ്രോസസ്സും ഓക്കെയാണ്. അതായത് വാലിഡ് ആയിട്ടുള്ള ഒരു യൂസർ ഐ ഡി ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ യൂസർ എക്സിസ്റ്റിംഗും ആണ് നമ്മുടെ യൂസർ ഒബ്ജക്റ്റ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ യൂസർ ഒബ്ജക്റ്റിനെ നമ്മളോട് ആക്സസ് ചെയ്തിട്ടുണ്ടല്ലോ, അത് നമ്മുടെ റിക്വസ്റ്റ് ഒബ്ജക്റ്റിലേക്ക് പാസ് ചെയ്യാം. അപ്പൊ ഞാൻ റിക്വസ്റ്റ് ഒബ്ജക്റ്റില് യൂസർ എന്ന് പറഞ്ഞിട്ടൊരു കീ സെറ്റ് ചെയ്തിട്ട് അതിൽ യൂസറിനെ പാസ് ചെയ്യും. യൂസർ ഡീറ്റെയിൽസിനെ പാസ് ചെയ്യുന്നു. നെക്സ്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഈ പ്രോസസ്സ് റൗട്ടറിലേക്ക് പാസ് ചെയ്യാം. ഇനി ഞാൻ ഈ URL ഒന്ന് ചേഞ്ച് ചെയ്യുവാണ്. യൂസർ എന്ന് പറഞ്ഞിട്ട് user/fetch ആവുന്നു. അതായത് യൂസർ ഡീറ്റെയിൽസ് ആണ് ഫെച്ച് ചെയ്യുന്നത് യൂസർ ഐ ഡി കൊടുത്തിട്ട്. ഇവിടെ നമ്മൾ ഒന്നെങ്കിൽ നമുക്ക് പാരാമീറ്റർ ഒബ്ജക്റ്റിൽ തന്നെ അപ്പൻഡ് ചെയ്യാം. അതിലും ബെറ്റർ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ടൊരു കീയിൽ അപ്പൻഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ആക്സസ് ചെയ്യാനും അത് നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള റൗട്ട് പാരാമീറ്റേഴ്സ് വരുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ് ഒക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ കസ്റ്റം കീ സെറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇനി ഞാൻ ഈ റിക്വസ്റ്റിൽ യൂസർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഒബ്ജക്റ്റിനെ ഡീസ്ട്രക്ചറിങ് ചെയ്യുന്നു. എൻ്റെ അകത്ത് എന്തൊക്കെയുള്ളത്, ഫസ്റ്റ് യൂസർ നെയിം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഏജ് ഉണ്ട് അല്ലെ, ഏജ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. യൂസർ ഡീറ്റെയിൽ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് നമ്മൾ യൂസർ നെയിമും ഏജ് എന്ന് പറഞ്ഞാൽ ഈ ഏജും കൊടുക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഞാൻ ഒന്നുകൂടെ പറയാം. ഈ ആപ്പ് ഡോട്ട് പാരം എന്ന് പറയുന്നത് ഒരു മിഡിൽ വെയർ ആണ്. നമുക്ക് ഈ റിക്വസ്റ്റിൽ വരുന്ന റൗട്ട് പാരാമീറ്റേഴ്സിനെ റൗട്ടറിൽ എത്തുന്നതിന് മുന്നേ ഹാൻഡിൽ ചെയ്യാം, വാലിഡേറ്റ് ചെയ്യാം, സാനിറ്റൈസ് ചെയ്യാം, ഓതറൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ഡാറ്റ ലോഡ് ചെയ്യാം ആ റിക്വസ്റ്റ് ഒബ്ജക്റ്റിലേക്ക്. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പൊ നമ്മൾ വാലിഡേഷൻ ആണ് എടുത്തിരിക്കുന്നത്. ഒരു യൂസർ ഐ ഡി വരുന്നുണ്ട്, നമുക്ക് യൂസേഴ്സ് പറഞ്ഞിട്ട് ഒരു ഒബ്ജക്റ്റും ഉണ്ട്. ഫസ്റ്റ് യൂസർ ഐ ഡി വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഇൻവാലിഡ് ആണെങ്കിൽ ഇൻവാലിഡ് എന്ന് പറഞ്ഞ് റെസ്പോൺസ് സെൻഡ് ചെയ്യുന്നു. ഇനി യൂസർ എക്സിസ്റ്റിംഗ് ആണോ യൂസർ ഒബ്ജക്റ്റിൽ നിന്ന്, ഇവിടെ ഞാൻ ഒബ്ജക്റ്റ് ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. റിയൽ പ്രൊജക്റ്റിൽ ഇതിപ്പോ നമ്മുടെ ഡാറ്റാബേസിൽ നമ്മുടെ യൂസേഴ്സിന്റെ ടേബിൾ ആയിരിക്കും. ആ യൂസറിന്റെ ടേബിളിൽ അല്ലെങ്കിൽ ഇപ്പൊ മോംഗോഡിബിൽ ആണെങ്കിൽ യൂസറിന്റെ കളക്ഷൻ ആയിരിക്കും. ആ കളക്ഷനിൽ കറസ്പോണ്ടിങ് റെക്കോർഡ് എക്സിസ്റ്റിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. എക്സിസ്റ്റിംഗ് അല്ലാന്നുണ്ടെങ്കിൽ അഗെയിൻ യൂസർ നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു റെസ്പോൺസ് ആയിരിക്കും സെൻഡ് ചെയ്യുന്നത്.
ഇനി എക്സിസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് ഒബ്ജക്റ്റിൽ പുതിയൊരു ഒബ്ജക്റ്റും കൂടെ സെറ്റ് ചെയ്യുവാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാരാമീറ്റർ ഒബ്ജക്റ്റിലും ഇത് സെറ്റ് ചെയ്യാം. യൂസർ ഡീറ്റെയിൽസ് കൊടുക്കുന്നു. പാരാമീറ്റർ ഒബ്ജക്റ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ കസ്റ്റം ആയിട്ടുള്ള ഒരു കീ സെറ്റ് ചെയ്യുന്നതാണ്. ഇനി നമ്മുടെ റൗട്ടറിൽ ഇനി നെക്സ്റ്റ് മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എക്സിക്യൂഷൻ റൗട്ടറിലേക്ക് വരും. ഇവിടെ എന്താണെന്ന് വെച്ചാൽ റിക്വസ്റ്റ് ചെയ്യുന്ന നമ്മൾ ഈ സെറ്റ് ചെയ്തിരിക്കുന്ന യൂസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റിനെ ഡീസ്ട്രക്ചറിങ് ചെയ്യുന്നു. ഏജിന്റെ സ്പെല്ലിംഗ് തെറ്റായിട്ടാണ് കൊടുത്തിരുന്നത് അല്ലെ, ഏജ് എന്ന് കൊടുക്കുന്നു. എന്നിട്ട് റെസ്പോൺസിൽ ആ കറസ്പോണ്ടിങ് ഡീറ്റെയിൽസ് ഞാൻ ജസ്റ്റ് സ്ട്രിങ് ആയിട്ട് പാസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പോസ്റ്റ്മാനിൽ പോയിട്ട് ഈ ഡാറ്റ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. യൂസർ ഡീറ്റെയിൽസ് കൊടുക്കുന്നു. ഒരു യൂസർ ഐ ഡി ഞാൻ കൊടുക്കുന്ന ഒരു 200 എന്നാണ് കൊടുക്കുന്നത്. സോറി, നമുക്കിവിടെ ഒരു എറർ വന്നിട്ടുണ്ട്. ഞാൻ ഈസ് നോട്ട് എ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് ആക്ച്വലി ഈസ് ഞാൻ എന്നല്ലേ ഫംഗ്ഷന്റെ നെയിം. ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷൻ അല്ലല്ലോ. ഒന്നും കൂടെ സെൻഡ് ചെയ്യാം. നമ്മൾ 200 ആണ് കൊടുത്തിരിക്കുന്നത്. 200 എന്ന് പറഞ്ഞിട്ട് ഒരു യൂസർ ഐ ഡി നമ്മുടെ യൂസേഴ്സിന്റെ അറേയിൽ ഇല്ലല്ലോ. സോ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഈ 404 എറർ ആയിരിക്കും. യൂസർ നോട്ട് ഫൗണ്ട് എറർ ആണ് വന്നത്. ഇനി ഞാൻ ഇവിടെ ഉള്ള ഒരു യൂസർ ഐ ഡി നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. 1ഉം 2ഉം അല്ലേ ഉള്ളത്. സോ ഞാൻ 1 എന്ന് കൊടുക്കുന്നു. യൂസർ ഡീറ്റെയിൽസ്, യൂസർ നെയിമിന് എന്തോ ഇഷ്യൂ ഉണ്ടല്ലോ. ഈ ഒബ്ജക്റ്റിലുള്ളത് നെയിം എന്നല്ലേ, നമ്മൾ ഡീസ്ട്രക്ചറിങ് ചെയ്തപ്പോൾ നെയിം എന്ന് ചെയ്യണമായിരുന്നു. അതേപോലെ ഇവിടെ നെയിം ആക്കി കൊടുക്കുക. യൂസർ ഡീറ്റെയിൽസ് ജോൺ ആൻഡ് ഏജ് 30 വന്നിട്ടില്ലേ. ഇനി നമുക്കൊരു സിജു എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻവാലിഡ് ആയിട്ടുള്ള യൂസർ ഐ ഡി സെറ്റ് ചെയ്ത് കൊടുത്താലോ. ഇൻവാലിഡ് യൂസർ ഐ ഡി എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ആപ്പ് ഡോട്ട് പാരം മെത്തേഡ്. ഇത് റിയൽ പ്രൊജക്റ്റിലൊക്കെ നമുക്ക് ഒരുപാട് സ്ഥലത്ത് ആവശ്യം വരും കേട്ടോ, എസ്പെഷ്യലി ഒതന്റിക്കേഷനും സാനിറ്റൈസേഷനും ഒക്കെ. നെക്സ്റ്റ് നമുക്ക് എക്സ്പ്രസ് JSൽ എന്താണ് കൺട്രോളേഴ്സ് നോക്കാം. ഈ കൺട്രോളേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോജക്റ്റിനെ കുറച്ചും കൂടെ റീഡബിൾ ആക്കും, കുറച്ചും കൂടെ മോഡുലാരിറ്റി ഇൻക്രീസ് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ നേരത്തെ റൗട്ടർ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ. റൗട്ടർ പഠിച്ചപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, ഇവിടെ റൗട്ടിംഗ് കോൺസെപ്റ്റ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. സെപ്പറേറ്റ് ആയിട്ട് എഴുതുന്ന സമയത്ത് റീഡബിലിറ്റി ഇൻക്രീസ് ആവുന്നുള്ളേ. ഇതിനെ ഒന്നും കൂടെ കൺട്രോളേഴ്സ് സ്പ്ലിറ്റ് ചെയ്യും. അതായത് നമ്മുടെ ബിസിനസ് ലോജിക്കിനെയും അതുപോലെ റൗട്ടിംഗ് ലോജിക്കിനെയും സെപ്പറേറ്റ് ആക്കും. ഇവിടെ എങ്ങനെയുള്ളത്, ഇവിടെ റൗട്ടിങ്ങും അതുപോലെ തന്നെ ഡാറ്റ ഹാൻഡ്ലിങ്ങും കൂടെ നമ്മൾ ഒരുമിച്ച് എഴുതിയിരിക്കുന്നത് അല്ലേ. ഒരു റിയൽ പ്രൊജക്ട് എടുക്കുവാണെങ്കിൽ, ഇപ്പൊ നമ്മൾ സ്റ്റുഡന്റിന്റെ പ്രൊജക്ട് എടുക്കുവാണെങ്കിൽ അവിടെ റിക്വസ്റ്റ് വരുന്ന സമയത്ത് ഈ ഒരു സിംഗിൾ ലൈൻ ആയിരിക്കില്ല ഉണ്ടാവുക. ഒരു ഡാറ്റാബേസ് പ്രോസസ്സിംഗ് ഉണ്ടാവും. കൊറി എഴുതി നമ്മൾ ഡാറ്റ ഫെച്ച് ചെയ്ത് ആ ഡാറ്റനെ പ്രോസസ് ചെയ്തിട്ടായിരിക്കും സെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ബിസിനസ് ലോജിക്കും റൂട്ടിംഗ് ലോജിക്കും കൂടെ ഒരുമിച്ച് എഴുതുന്ന സമയത്ത് എഗെയിൻ നമുക്ക് ഡീബഗിങ് ഡിഫിക്കൽട്ട് ആയിട്ട് വരും അല്ലെ. കൺട്രോളേഴ്സ് ബിസിനസ് ലോജിക്കിനെ എൻക്യാപ്സുലേറ്റ് ചെയ്യും. അതായത് ഈ റിക്വസ്റ്റിനെയും ഡാറ്റ പ്രോസസ്സിങ്ങിനെയും അതിന്റെ റെസ്പോൺസിനെയും എല്ലാം കൂടെ എൻക്യാപ്സുലേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫംഗ്ഷൻ ആയിട്ട് എഴുതും. എന്നിട്ട് നമുക്ക് ആ ഫംഗ്ഷൻ എന്ത് ചെയ്താൽ മതി, ഈ റൗട്ടറിൽ യൂസ് ചെയ്താൽ മതി. അല്ലാതെ എൻ്റയർ ലോജിക്കും കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ട് എഴുതി ഫയലിന്റെ കണ്ടന്റ് ഇങ്ങനെ കൂട്ടിക്കൂട്ടി വരണ്ട. ഫോർ എക്സാമ്പിൾ ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എപ്പോഴാണെന്നറിയോ വരിക, ഇപ്പൊ നിങ്ങൾക്ക് ഒരു റിയൽ ടൈം പ്രൊജക്ട് ഉണ്ട്. ഇപ്പൊ സ്റ്റുഡന്റിന്റെ ഡാറ്റ പ്രോസസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെന്ന് വിചാരിച്ചു. ഇൻ കേസ് നിങ്ങൾക്ക് ഏതോ ഒരു ഡാറ്റ എറർ കൊണ്ട് സ്റ്റുഡന്റ് ഡാറ്റ ഫെച്ച് ചെയ്യാൻ പറ്റുന്നില്ല, ഏതോ ഒരു സ്റ്റുഡന്റ് ID കൊടുത്തപ്പം ആ സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ ക്ലയന്റ് നിങ്ങളുടെ അടുത്ത് വരുവാണ്. അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ കൊണ്ടുവന്ന് ഒറ്റ ഫയലിൽ എഴുതിയിരിക്കുന്നെങ്കിൽ ഇത് നമുക്ക് എവിടുന്ന് എങ്ങനെയെന്ന് എടുക്കാനേ പറ്റില്ല അല്ലെ. അതിന് പകരം ഈ റൂട്ട് ഒരു സ്ഥലത്തും അതിന്റെ പ്രോസസ്സിംഗ് സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിലോ കറക്റ്റ് നമുക്ക് ആ റൂട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ആ ഫയലിൽ പോയ ഫംഗ്ഷൻ മാത്രം ചെക്ക് ചെയ്താൽ മതി. റീഡബിലിറ്റി പ്രൊജക്റ്റിനെ ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഫംഗ്ഷൻ എഴുതുന്നത് കൊണ്ട് നമ്മുടെ കോഡ് റീയൂസബിൾ ആയിട്ട് മാറും. അതായത് നമുക്ക് നമ്മൾ എഴുതുന്ന ഈ ഫംഗ്ഷൻ നമുക്ക് വേറെ ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സെയിം ആപ്ലിക്കേഷനിൽ തന്നെ ഡിഫറെന്റ് റോഡ്സിൽ സെയിം ഫംഗ്ഷൻ തന്നെ നമുക്ക് കോൾ ചെയ്യാം. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കൺട്രോളർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡറും കൂടെ ക്രിയേറ്റ് ചെയ്യുവാണ്. കൺട്രോളേഴ്സ് എന്നാണ് ഫോൾഡർ നെയിം കൊടുക്കുന്നത്. ഇതിന്റെ അകത്ത് അഗെയിൻ student.js എന്ന് പറഞ്ഞിട്ട് ഒരു JS ഫയലും കൂടെ ക്രിയേറ്റ് ചെയ്യുന്നു.
ഓക്കെ, ഇവിടെ വന്നിട്ട് ഫസ്റ്റ് എക്സ്പ്രസിനെ ഇമ്പോർട്ട് ചെയ്യുവാണ്. ഇമ്പോർട്ട് എക്സ്പ്രസ് ഫ്രം എക്സ്പ്രസ്. ഇനി നമ്മൾ ഈ റൗട്ടർ ഫയലിൽ നിന്ന് ഈ ഫംഗ്ഷൻ കോൾ ബാക്ക് ഫംഗ്ഷൻ അല്ലേ, അതിനെ നമുക്ക് കൊണ്ടുവന്ന് ഈ കൺട്രോളേഴ്സിൽ എഴുതാം. ഞാൻ ഇവിടെ നിന്ന് ഇത് കട്ട് ചെയ്യുവാണ്. ഫസ്റ്റ് നമ്മൾ ഫെച്ച് ചെയ്യേണ്ട ഫംഗ്ഷൻ ആണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് ഞാനൊരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നു. ഫെച്ച് ഡാറ്റ എന്ന് പറഞ്ഞ് ഈക്വൽ ടു ആ ഫംഗ്ഷൻ അസൈൻ ചെയ്യാം. ഇതുപോലെ എല്ലാ ഫംഗ്ഷനെയും ഞാൻ ഈ പേജിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുക കേട്ടോ. അപ്പൊ നമ്മൾ ഡാറ്റ ഫെച്ച്, ഡാറ്റ സേവ് ചെയ്യാൻ, അപ്ഡേറ്റ് ചെയ്യാൻ, ഡിലീറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻസ് എല്ലാം ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻസിനെ എല്ലാം എക്സ്പോർട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ റൗട്ടറിൽ ഇതിനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ആസ് യൂഷ്വൽ എക്സ്പോർട്ട് കീവേഡ് യൂസ് ചെയ്തിട്ടാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഫെച്ച് ഡാറ്റ കോമ സേവ് ഡാറ്റ കോമ അപ്ഡേറ്റ് ഡാറ്റ കോമ ഡിലീറ്റ്. ഈ ഫംഗ്ഷനെ എല്ലാം നമ്മൾ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യാം? ഇനി നമ്മുടെ റൗട്ടർ ഫയലിലേക്ക് തിരിച്ചു വന്നിട്ട് ഈ കൺട്രോളർ ഫയലിനെ ഇവിടെ ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട്. ഇനി ഞാൻ വന്നിട്ട് ഇവിടെ എക്സ്പോർട്ട് ചെയ്തിരിക്കുന്ന ഈ ലൈനിലെ ഇതിനെ കോപ്പി ചെയ്ത് അവിടെ സെറ്റ് ചെയ്യണേ. ഫ്രം കൺട്രോളേഴ്സ് സ്ലാഷ് student.js. ഇവിടെ എക്സ്റ്റൻഷൻ കൊടുക്കാൻ മറക്കരുത്, നിങ്ങൾക്ക് എറർ വരൂട്ടോ കൊടുത്തിട്ടില്ലെങ്കിൽ. ഇനി നമുക്ക് ഓരോ റൗട്ടിലും വന്നിട്ട് അതിന്റെ കറസ്പോണ്ടിങ് കോൾ ബാക്ക് ഫംഗ്ഷന്റെ നെയിം കൊടുത്താൽ മതി. ഫെച്ച് ഡാറ്റ, സേവ് ഡാറ്റ, അപ്ഡേറ്റ് ഡാറ്റ, ഡിലീറ്റ് ഡാറ്റ. അപ്പൊ ഇത് നമ്മുടെ പ്രോസസ്സ് ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്തു അല്ലെ. അപ്പൊ നമുക്കൊരു സ്റ്റുഡന്റിന്റെ ഡാറ്റ ഫെച്ച് ചെയ്യണമെങ്കിൽ നേരെ നമ്മുടെ പ്രൊജക്ടിനെ റൂട്ടിൽ നിന്ന് ഫെച്ച് എന്ന് പറഞ്ഞിട്ടുള്ള റൗട്ടിലേക്ക് വരിക. അതിന്റെ കറസ്പോണ്ടിങ് കൺട്രോളർ ഫയൽ ലൊക്കേറ്റ് ചെയ്ത് ആ ഫംഗ്ഷൻ പോയിട്ട് നോക്കിയാൽ മതി. നമ്മുടെ കോഡിന്റെ റീഡബിലിറ്റി ഒന്നും കൂടെ ഇൻക്രീസ് ആയി. ഈ കോഡ് ഞാൻ ഇവിടെ നിന്ന് ക്ലിയർ ചെയ്യുവാണ് index.jsന്ന്. ഇനി ഫൈനലി നമ്മൾ എന്താ ചെയ്യേണ്ടത്? app.use മെത്തേഡ് യൂസ് ചെയ്തിട്ട് റൗട്ട് സെറ്റ് ചെയ്യാം. app.use URL ഞാൻ /student എന്നാണ് കൊടുക്കുന്നത്. കോമ റൗട്ടറിനെ ഇമ്പോർട്ട് ചെയ്യണം അല്ലെ. റൗട്ടർ ഫ്രം /router/student.js. റൗട്ടർ എന്ന് കൊടുക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി പോസ്റ്റ്മാനിൽ പോയിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. URL ചേഞ്ച് ചെയ്യുവാണ്. സ്റ്റുഡന്റ് ഫസ്റ്റ് നമ്മൾ ഫെച്ച് മെത്തേഡ് ആയതുകൊണ്ട് ഗെറ്റ് കൊടുക്കാം. ഫെച്ച് എന്നല്ല ഇവിടെ URL കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റുഡന്റ് ഡാറ്റ ഫെച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന വന്നിട്ടുണ്ട്. നെക്സ്റ്റ് പോസ്റ്റ് മെത്തേഡ് കൊടുക്കാം. പോസ്റ്റ് മെത്തേഡിന് നമ്മൾ കൊടുത്തിരിക്കുന്ന URL ഏതായിരുന്നു? ക്രിയേറ്റ് എന്നല്ലേ. ക്രിയേറ്റ് എന്ന് കൊടുക്കുന്നു. സ്റ്റുഡന്റ് ഡാറ്റ സേവ് വന്നിട്ടുണ്ട്. അപ്ഡേറ്റ് മെത്തേഡ് കൊടുക്കാം. അതിന് അപ്ഡേറ്റ് തന്നെയാണ് കൊടുത്തിരുന്നത്. സ്റ്റുഡന്റ് ഡാറ്റ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഫൈനലി ഡിലീറ്റ് കൊടുക്കാം. സ്റ്റുഡന്റ് ഡാറ്റ ഡിലീറ്റ് വന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ കോഡിന്റെ മോഡുലാരിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് ആണ് ഈ റൗട്ടേഴ്സ് ആണെങ്കിലും കൺട്രോളേഴ്സ് ആണെങ്കിലും. കൺട്രോളേഴ്സ് വരുമ്പോൾ സ്പെസിഫിക് ആയിട്ടും ബിസിനസ് ലോജിക്കും റൗട്ടർ ലോജിക്കും സെപ്പറേറ്റ് ചെയ്ത് ബിസിനസ് ലോജിക്ക് നമുക്ക് കറസ്പോണ്ടിങ് ഫംഗ്ഷൻസ് ആയിട്ട് ഈ പേജിൽ ഡിഫൈൻ ചെയ്യാം. റൗട്ടറിൽ അതിനെ ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യാം. ഫൈനലി
നമ്മൾ URL സെറ്റ് ചെയ്ത് മിഡിൽ വെയർ കൊടുക്കാം app.useൽ. അപ്പൊ എക്സ്പ്രസ് JSൽ ഈ കൺട്രോളേഴ്സിന്റെ മെയിൻ ബെനിഫിറ്റ്സ് ഈ റീഡബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, അതുപോലെ കുറച്ച് മോഡുലാരിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. നെക്സ്റ്റ് നമുക്ക് എക്സ്പ്രസ് JSൽ എന്താണ് ക്വറി സ്ട്രിംഗ് നോക്കാം. നേരത്തെ നമ്മൾ റൗട്ട് പാരാമീറ്റേഴ്സ് നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അത് നമുക്ക് URL ത്രൂ ഡാറ്റ പാസ് സെർവർ സൈഡിലേക്ക് ഡാറ്റ പാസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അതേപോലെ URLന്റെ പാർട്ടായിട്ട് ക്ലയന്റ് സൈഡിൽ നിന്ന് സെർവർ സൈഡിലേക്ക് ഡാറ്റ പാസ് ചെയ്യുന്ന മറ്റൊരു മെത്തേഡാണ് ക്വറി സ്ട്രിംഗ് എന്ന് പറയുന്നത്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. ഇതിന്റെ ബേസിക് സിന്റാക്സ് എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻ മാർക്കും ഒരു ആംപർസൻഡ് സിമ്പിളും ആണ്. ഇവിടെ നമ്മൾ കീ വാല്യൂ പേയേഴ്സ് ആയിട്ടാണ് ഡാറ്റ പാസ് ചെയ്യേണ്ടത്. അതായത് കീ ആയിട്ട് നമ്മൾ പാസ് ചെയ്യാൻ പോകുന്ന ഡാറ്റേന്റെ ആ ഒരു നെയിം കൊടുക്കുക, വാല്യൂ ആയിട്ട് പാസ് ചെയ്യേണ്ട ഡാറ്റ കൊടുക്കുക. നേരത്തെ നമ്മൾ റൗട്ട് പാരാമീറ്റേഴ്സ് കണ്ടപ്പോൾ ജസ്റ്റ് വാല്യൂ മാത്രം പാസ് ചെയ്താൽ മതിയായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, കീ വാല്യൂ പേയേഴ്സ് ആയിട്ടാണ് പാസ് ചെയ്യേണ്ടത്. ഇനി റൗട്ട് പാരാമീറ്റർ നമ്മൾ ആക്സസ് ചെയ്ത് എങ്ങനെയായിരുന്നു, റിക്വസ്റ്റില് പാരംസ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ടല്ലേ. ഇവിടെ റിക്വസ്റ്റില് കൊറി എന്ന് പറഞ്ഞിട്ടുള്ള പാരാമീറ്റർ ആ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. എഗെയിൻ നമ്മൾ റൗട്ട് പാരാമീറ്റേഴ്സിൽ കണ്ട പോലെ തന്നെ ഡീസ്ട്രക്ചറിങ് ചെയ്ത് യൂസ് ചെയ്യാം. ഇതിന്റെ കോമൺ യൂസ് കേസ് എന്താണെന്ന് വെച്ചാൽ പേജിനേഷനിൽ, ഡാറ്റ ഫിൽട്രേഷന്, ഡാറ്റ സോർട്ടിങ്ങിലൊക്കെ ഈ API റിക്വസ്റ്റിൽ ഇത് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ റിക്വയർമെന്റിന് അനുസരിച്ചിട്ടോ നിങ്ങൾക്ക് ഇത് കൂടാതെ ഏത് ഡാറ്റ വേണമെങ്കിലും ക്ലയന്റ് ടു സെർവർ സൈഡിലേക്ക് പാസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഞാൻ ഈ കൺട്രോളറിന്റെ ഇതൊന്ന് ഡിലീറ്റ് ചെയ്യുവാണ്. എന്നിട്ട് അഗൈൻ ഒരു റൗട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു ഗെറ്റ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. /student എന്ന് കൊടുക്കുന്നു. കോൾ ബാക്ക് ഫംഗ്ഷൻ, റിക്വസ്റ്റ് റെസ്പോൺസ്. ഇവിടെ നമുക്ക് റൗട്ട് പാരാമീറ്റേഴ്സിനെ പോലെ URL നമുക്കൊന്നും സെറ്റ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. അവിടുന്ന് വരുന്ന റിക്വസ്റ്റിലാണ് ഈ ക്വസ്റ്റ്യൻ മാർക്കും അതുപോലെ തന്നെ ആംപർസൻഡ് സിംബൽ യൂസ് ചെയ്തിട്ട് ഈ ഡാറ്റനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവുക. നമ്മുടെ പോസ്റ്റ്മാനിൽ വരുവാണ്, ഗെറ്റ് മെത്തേഡ് സെറ്റ് ചെയ്യുന്നു. ഇവിടെ URL കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ഇത് നമുക്ക് സെൻഡ് ചെയ്യേണ്ട ഡാറ്റന്റെ ആ ഒരു കീ എന്താണോ, ആ ഒരു നെയിം എന്താണോ അത് സ്പെസിഫൈ ചെയ്യുന്നത്, അത് നെയിം ആയിട്ട് കൊടുക്കുക. ഫസ്റ്റ് ഞാൻ സ്റ്റുഡന്റ് ID ആണ് പാസ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ സ്റ്റുഡന്റ് ID എന്നാണ് കീ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈക്വൽ ടു ഇട്ടിട്ട് ഏതാണോ സ്റ്റുഡന്റ് ID അത് പാസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒന്നിൽ കൂടുതൽ ഡാറ്റ പാസ് ചെയ്യുന്ന സമയത്താണ് ആംപർസൻഡ് സിമ്പിൾ യൂസ് ചെയ്യുന്നത്. രണ്ടാമത് എനിക്ക് സ്റ്റുഡന്റിന്റെ നെയിമും കൂടെ പാസ് ചെയ്യണമെന്ന് വിചാരിച്ചു. ഞാൻ അഗെയിൻ കീ ആയിട്ട് സ്റ്റുഡന്റ് നെയിം എന്ന് കൊടുക്കുന്നു. ഈക്വൽ ടു ഇട്ടിട്ട് ഞാൻ സിജു എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഒരു സ്റ്റുഡന്റ് നെയിമും അതേപോലെ സ്റ്റുഡന്റ് IDയും കിട്ടിയിട്ടുണ്ട് അല്ലെ. ഞാൻ ഇവിടെ വന്നിട്ട് റെസ്പോൺസ്ഡ് ഡോട്ട് സെൻഡ് മെത്തേഡില് ഫസ്റ്റ് ഞാൻ ഈ ഡാറ്റേനെ ഒന്ന് ഡീസ്ട്രക്ചറിങ് ചെയ്യുവാണ്. കോൺസ്റ്റ് ഫസ്റ്റ് വരുന്നത് സ്റ്റുഡന്റ് ID അല്ലേ. സ്റ്റുഡന്റ് ID, സ്റ്റുഡന്റ് നെയിം ഈക്വൽ ടു, പിന്നെ റിക്വസ്റ്റില് കൊറി എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടിയിലാണ് ഇത് വരുന്നത്. ഇത് അഗെയിൻ ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും. കീ വാല്യൂ പേയേഴ്സ് ആയിട്ടാണ് ഡാറ്റ വരുന്നത്. അപ്പൊ നമുക്ക് ഡീസ്ട്രക്ചറിങ് ചെയ്ത് 2 വേരിയബിളിലേക്ക് അസൈൻ ചെയ്തു. കാരണം നമുക്ക് 2 വേരിയബിൾ ആണ് വരുന്നത്. ഞാൻ സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ 2 ഡാറ്റയാണ് വന്നത്, സ്റ്റുഡന്റ് IDയും നെയിമും. അത് നമ്മൾ സ്റ്റുഡന്റ് ഡീറ്റെയിൽ എന്ന് പറഞ്ഞിട്ട് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി അഗെയിൻ നമുക്ക് പോസ്റ്റ്മാനിൽ വന്നിട്ടൊന്ന് സെൻഡ് ചെയ്യുമ്പോൾ സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് ആ സ്റ്റുഡന്റ് IDയും സിജുവും വന്നിട്ടുണ്ട്. ഇതാണ് കൊറിയർ സ്ട്രിംഗ്. ബേസിക്കലി ക്ലയന്റിന്റെ സെർവറിലേക്ക് ഡാറ്റ പാസ് ചെയ്യുന്നതാണ്. സിന്റാക്സ് ക്വസ്റ്റ്യൻ മാർക്കും ആംപർസൻഡ് സിമ്പിളും. മൾട്ടിപ്പിൾ ഡാറ്റ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആംപർസൻഡ് സിമ്പിൾ യൂസ് ചെയ്തിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. കീ വാല്യൂ പേയേഴ്സ് ആയിട്ടാണ് ഡാറ്റ പാസ് ചെയ്യുന്നത്. അതിന്റെ കീ, അതിന്റെ നെയിം കൊടുക്കുക, വാല്യൂ നമുക്ക് പാസ് ചെയ്യാനുള്ള ഡാറ്റ കൊടുക്കുക. അപ്പൊ ഇത്രയും നേരം നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് എങ്ങനെയാണ് ക്ലയന്റ് സൈഡിൽ നിന്ന് സെർവർ സൈഡിലേക്ക് ഡാറ്റ വരുന്നതെന്നല്ലേ.
ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ബാക്ക് എൻഡിൽ നിന്ന് ഫ്രണ്ട് എൻഡിലേക്ക്, അതായത് സെർവറിൽ നിന്ന് ക്ലയന്റ് സൈറ്റിലേക്ക് ഡാറ്റ പാസ് ചെയ്യുന്നതെന്നാണ്. നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിളിലൊക്കെ സ്റ്റുഡന്റിന്റെ ID കൊടുത്ത് ഡാറ്റ ഫെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഡാറ്റാബേസിൽ നിന്ന് കൊറി ത്രൂ ഡാറ്റ ഫെച്ച് ചെയ്ത് പ്രോസസ് ചെയ്ത് ഈ ഡാറ്റയെ സെൻഡ് ചെയ്യണം അല്ലെ. അപ്പൊ കോമൺലി ഒരു API ബിൽഡ് ചെയ്യുമ്പോൾ ഏത് ഫോർമാറ്റിലുള്ള ഡാറ്റയാണ് സെൻഡ് ചെയ്യാറ്? JSON ഡാറ്റയല്ലേ സെൻഡ് ചെയ്യുന്നത്. ഒരു JSON ഡാറ്റ എങ്ങനെയാണ് ക്ലയന്റ് സൈഡിലേക്ക് സെർവറിൽ നിന്ന് ക്ലയന്റ് സൈഡിലേക്ക് സെൻഡ് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു അറേ ഓഫ് ഒബ്ജക്ട്സ് എടുത്തിട്ടുണ്ട്. ഇതിൽ ഓരോ ഒബ്ജക്റ്റിലും ഓരോ യൂസറിന്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ഒരു റൗട്ട് സെറ്റ് ചെയ്തിട്ടുള്ള സ്റ്റുഡന്റിന് വേണ്ടിയിട്ട് അത് ഞാൻ URL ഒന്ന് യൂസർ എന്ന് പറഞ്ഞ് റീനെയിം ചെയ്യുന്നു. ഈ കോഡ് ഒന്ന് ഡിലീറ്റ് ചെയ്യുകയാണ്. സാധാരണ നമ്മൾ റെസ്പോൺസ് എങ്ങനെയാണ് സെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്? റെസ്പോൺസ് ഡോട്ട് സെൻഡ് മെത്തേഡ് അല്ലേ. JSON സെൻഡ് ചെയ്യണമെങ്കിൽ JSON എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു മെത്തേഡ് ഉണ്ട്. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ JSON സെൻഡ് ചെയ്യുന്നത്. നമ്മൾ Node.js സ്ട്രിംഗിഫൈ ചെയ്തിട്ടല്ലായിരുന്നു JSON സെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ നമുക്ക് അതിന്റെ ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ യൂസേഴ്സിന്റെ ഡാറ്റ ചെയ്തുകൊണ്ട് ഞാൻ യൂസേഴ്സ് എന്ന് പറഞ്ഞ് സെൻഡ് ചെയ്യുന്നു. ഇനി അഗൈൻ നമ്മുടെ പോസ്റ്റ്മാനിൽ വരിക. ഞാൻ ഈ URL ഒന്ന് ചേഞ്ച് ചെയ്യുവാണ്. യൂസർ എന്ന് പറഞ്ഞിട്ട് സെൻഡ് ചെയ്യുക. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ JSON ഡാറ്റ വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോ റോ ഡാറ്റ കാണാം, അതുപോലെ പ്രിവ്യൂ കാണാം. നമുക്ക് JSON ഫോർമാറ്റിൽ കാണണമെങ്കിൽ JSON എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് ആ JSON ഫോർമാറ്റിൽ തന്നെ കാണാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബ്രൗസറിൽ JSON ഫോർമാറ്റ് എഡിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ടൂൾ, നമ്മൾ ഏത് ഫോർമാറ്റ് എഡിറ്റർ ആണോ യൂസ് ചെയ്യുന്നത് അവിടെ ഈ JSON കോപ്പി ചെയ്തിട്ട് നോക്കാം. ഇതാണ് നമ്മൾ ബാക്ക് എൻഡിൽ നിന്ന് ഫ്രണ്ട് എൻഡിലേക്ക് JSON ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് എന്താണ് മിഡിൽ വെയേഴ്സ് നോക്കാം. നമ്മൾ കുറെ നേരമായിട്ട് പിന്നെ പറയാം എന്ന് പറഞ്ഞ് മാറ്റി വെച്ചൊരു ടോപ്പിക് ആയിരുന്നല്ലേ ഇത്. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണു അല്ലെ. അതായത് ഇത് നമ്മളൊരു URL റിക്വസ്റ്റ് ചെയ്യുന്നു, അതിന് റെസ്പോൺസ് വരുന്നുണ്ട് അല്ലെ. അതിന്റെ ഇൻ ബിറ്റ്വീൻ വരുന്ന ഫംഗ്ഷൻസ് ആണ് മിഡിൽ വെയേഴ്സ് പറയുന്നത്. ബേസിക് ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻസ് ആണ്. ആരോ ഫംഗ്ഷൻസോ നോർമൽ ഫംഗ്ഷൻസോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഈ ഫംഗ്ഷൻസ് ഒരു റിക്വസ്റ്റിന്റെയും റെസ്പോൺസിന്റെയും ഇടയിൽ എക്സിക്യൂട്ട് ചെയ്യും. ഒന്നുകിൽ നമുക്ക് URL സ്പെസിഫിക് ആക്കി കൊടുക്കാം. അതായത് ഈ URL വരുമ്പോൾ മാത്രം ഈ മിഡിൽ വെയർസ് എക്സിക്യൂട്ട് ചെയ്താൽ മതി എന്ന്. അല്ലെങ്കിൽ എല്ലാ റിക്വസ്റ്റിലും ഈ മിഡിൽ വെയർ എക്സിക്യൂട്ട് ചെയ്യണം. രണ്ട് കേസ് നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ഇനി എന്തിനാണ് ഈ മിഡിൽ വെയർസ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു റിക്വസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് വരുന്ന ഡാറ്റയെ വാലിഡേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒതന്റിക്കേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ വരുന്ന റിക്വസ്റ്റിനെയും അതും അല്ലെങ്കിൽ ഈ വരുന്ന റിക്വസ്റ്റിനെയും റെസ്പോൺസ് ഒബ്ജക്റ്റിനെയും നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് മിഡിൽ വെയർ സ്റ്റാക്ക് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അതായത് ഒരു മിഡിൽ വെയറിൽ നിന്ന് അടുത്ത മിഡിൽ വെയറിൽ, അടുത്ത മിഡിൽ വെയറിൽ, അങ്ങനെ ഫൈനലി നമുക്കിത് റെസ്പോണ്ട് ചെയ്യാം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമ്മൾ ഏത് ഓർഡറിലാണോ അത് ഡിഫൈൻ ചെയ്യുന്നത് ആ ഒരു ഓർഡറിലായിരിക്കും അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇനി എക്സ്പ്രസ് JSൽ കോമൺ ആയിട്ട് 5 ടൈപ്പ് മിഡിൽ വെയർസ് ഉണ്ട്. ആപ്ലിക്കേഷൻ ലെവൽ മിഡിൽ വെയർ, എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ കൊടുക്കുന്ന ഫംഗ്ഷനിലെ അതൊരു മിഡിൽ വെയർ ആണ്. പിന്നെ റൗട്ടർ ലെവൽ മിഡിൽ വെയർ, നമ്മൾ എക്സ്പ്രസ് ഡോട്ട് റൗട്ടർ എന്ന് പറഞ്ഞ റൗട്ടർ ക്രിയേറ്റ് ചെയ്തില്ലേ, അതാണ് റൗട്ടർ ലെവൽ മിഡിൽ വെയർ. പിന്നെ എറർ ഹാൻഡ്ലിംഗ് മിഡിൽ വെയർസ്, എറർ എന്ന് പറഞ്ഞിട്ട് ഒരു ഒബ്ജക്റ്റും കൂടി ഉണ്ടാവും ഇതിന്റെ കൂടെ, നമുക്ക് എറർ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എക്സ്പ്രസ്സിൽ ബിൽറ്റ് ആയിട്ടുള്ള മിഡിൽ വെയർസ് ഉണ്ട്. എക്സ്പ്രസ് ഡോട്ട് JSON, എക്സ്പ്രസ് ഡോട്ട് URL എൻകോഡഡ് എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഫൈനലി തേർഡ് പാർട്ടി മിഡിൽ വെയർസ് ഉണ്ടാവും, നമ്മൾ NPM ത്രൂ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മോർഗൻ, ബോഡി പാസർ ഒക്കെ. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു മിഡിൽ വെയർ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് എക്സാമ്പിൾ ചെക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ സെയിം റൗട്ടർ തന്നെയാട്ടോ, യൂസറിന്റെ റൗട്ടർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്കൊരു ലോഗിൻ മിഡിൽ വെയർ ക്രിയേറ്റ് ചെയ്യാം. ഒരു പ്രാവശ്യം നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ചെയ്യുമ്പോൾ ഓരോ റിക്വസ്റ്റ് വരുമ്പോഴും ആ റിക്വസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, ലോഗ് ചെയ്യാം. ലോഗിങ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ പ്രൊജക്ടിന്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് അല്ലേ. അത് നമുക്കൊരു ലോഗിങ് മിഡിൽ വെയർ ക്രിയേറ്റ് ചെയ്യാം. ഇനി മിഡിൽ വെയർ എങ്ങനെയാ ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആപ്പ് ഡോട്ട് യൂസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ യൂസ് ചെയ്തില്ലേ സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഡിഫൈൻ ചെയ്യാം. അവിടെ നമുക്ക് URL സ്പെസിഫിക് ആയിട്ടാണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതിന്റെ URLും മിഡിൽ വെയർ ഒരു ആരോ ഫംഗ്ഷനും മിഡിൽ വെയറും അതിന്റെ കോൾ ബാക്ക് ഫംഗ്ഷനും സെറ്റ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോൾ ബാക്ക് ഫംഗ്ഷൻ മാത്രം ക്രിയേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം ഒരു
എപ്പോഴും എക്സിക്യൂട്ട് ചെയ്യുന്ന ഏത് റിക്വസ്റ്റിലും എക്സിക്യൂട്ട് ചെയ്യാണല്ലോ നമുക്ക് ഈ ലോഗർ മിഡിൽ വെയർസ് അതാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു നോർമൽ ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ ആണ്. ഞാൻ ഒരു ആരോ ഫംഗ്ഷൻ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിൽ 3 ആർഗ്യുമെന്റ്സ് ഉണ്ടാവും: റിക്വസ്റ്റ് ഒബ്ജക്റ്റ്, റെസ്പോൺസ് ഒബ്ജക്റ്റ്, അതേപോലെ നെക്സ്റ്റ്. ഇതൊരു ലോഗർ മിഡിൽ വെയർ ആയതുകൊണ്ട് ഞാൻ കൺസോൾ ഡോട്ട് ലോഗില് റിക്വസ്റ്റിൽ വരുന്ന HTTP മെത്തേഡ് ഏതാണോ ആ മെത്തേഡും അതുപോലെ URL-നെയും ലോഗ് ചെയ്യുകയാണ് കേട്ടോ. റിക്വസ്റ്റ് ഡോട്ട് മെത്തേഡ് ആൻഡ് റിക്വസ്റ്റ് ഡോട്ട് URL. ഇനി റെസ്പോൺസിൽ ജസ്റ്റ് JSON ഡാറ്റ സെൻഡ് ചെയ്യുന്നില്ല, അതിന് പകരം യൂസർ ഡീറ്റെയിൽസ് എന്നാണ് കൊടുക്കുന്നത്. നമ്മളിവിടെ ഒരു കേസ് കൊടുക്കാൻ വിട്ടുപോയി, നമ്മൾ നെക്സ്റ്റ് കൊടുത്തിട്ടില്ല. നെക്സ്റ്റ് മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് ഈ കൺട്രോളർ ഈ മിഡിൽ വെയറിൽ നിന്ന് നെക്സ്റ്റ് മിഡിൽ വെയറിലേക്കോ അല്ലെങ്കിൽ റൗട്ടറിലേക്കോ പാസ് ചെയ്യുന്നത്. പോസ്റ്റ്മാനിൽ വന്നിട്ട് ഞാൻ റൺ ചെയ്യുവാണ്. യൂസർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ റെസ്പോൺസിൽ കൊടുത്ത ഡാറ്റ വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ കൺസോളിൽ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗെറ്റ് എന്ന് പറഞ്ഞ നമ്മുടെ മെത്തേഡ് ഗെറ്റ് മെത്തേഡ് അല്ലേ, ഗെറ്റും /URL-ഉം നമ്മൾ ഈ ലോഗ് ചെയ്തിരിക്കുന്ന രണ്ടും വർക്ക് ആയിട്ടുണ്ട്. ഇനി URL സ്പെസിഫിക് ആക്കണമെങ്കിൽ നിങ്ങൾ ഇവിടെ URL-ഉം കൂടെ കൊടുക്കുക. ഏത് URL എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണോ, ഏത് URL-ൽ നിന്ന് റിക്വസ്റ്റ് വരുമ്പോഴാണോ നമുക്ക് ഈ മിഡിൽ വെയർ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അത് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഏറ്റവും ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ അതൊരു ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ ആണ്. റിക്വസ്റ്റിന്റെയും റെസ്പോൺസിന്റെയും ഇടയിലാണ് ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ മിഡിൽ വെയർസ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ലോഗിങ്ങിനും വാലിഡേഷനും ഒതന്റിക്കേഷനും നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് ഈ മിഡിൽ വെയർസിനെ നമുക്ക് പ്രൊജക്റ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ എക്സ്പ്രസ് ഫ്രെയിംവർക്കിന്റെ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ കോഡിംഗിൽ ഇൻട്രസ്റ്റ് ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക്